നമ്മളിവിടെ ക്വസ്റ്റ്യൻ പേപ്പറുകളാണ്, അത് മലയാളത്തിലാണ് ക്വസ്റ്റ്യനുകൾ. അങ്ങനെ അടിക്കുമ്പോൾ ചില ഈ ഫോണ്ടിലൊക്കെ ചില ചെറിയ വ്യത്യാസം ഉണ്ടായി. നമുക്ക് ക്ലാസ് എടുക്കുമ്പോൾ അതൊക്കെ തിരിച്ച് വായിച്ചു തരാം. മറ്റൊന്ന്, നമുക്കപ്പം ലോയിലേക്ക് കടക്കാം. അതിൻ്റെ ലോ പലയിടത്തും കൂടുതൽ ചർച്ചയിലേക്ക് പോകുന്നില്ല. നമുക്ക് കാര്യത്തിലേക്ക് കടക്കാം. തുടങ്ങുന്നതിന് മുൻപേ നിങ്ങൾക്കറിയാം, 1844 ഡിസംബർ മാസം 21, അതായത് ക്രിസ്തുമസിന് 4 ദിവസം മുൻപ്, ഒരു ക്രിസ്തുമസിന് 4 ദിവസം മുൻപ് 21/12/1844. അപ്പം 21/12 വരുമ്പോൾ 1844 വരുമ്പോൾ ഈ 21 തിരിച്ചിട്ട അതാണ് 21/12/44 ഒരു കോഓപ്പറേറ്റീവ് സൊസൈറ്റി ഇംഗ്ലണ്ടിലെ മാഞ്ചസ്റ്റർ എന്ന് പറയുന്ന സ്ഥലത്തിന് അടുത്ത് റോക്ക്ഡെയിൽ എന്ന് പറയുന്ന സ്ഥലത്ത് ഒരു കോഓപ്പറേറ്റീവ് സൊസൈറ്റി ആരംഭിച്ചു. മാഞ്ചസ്റ്റർ എന്ന് വെച്ചാൽ തുണി വ്യാപാരത്തിന്റെ കേന്ദ്രമാണ്. അവരുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ വേണ്ടി, അവർക്കുള്ള പ്രയാസങ്ങൾ പരിഹരിക്കാൻ കൂടി ഒരു സൊസൈറ്റി 1844 ഡിസംബർ മാസം 21 തീയതി ചാൾസ് ഹൗറാത്ത് എന്ന് പറയുന്ന ഒരു വ്യക്തിയുടെ നേതൃത്വത്തിൽ 28 പേർ, അതിൽ കുറച്ചേറെ ആൾക്കാർ മാഞ്ചസ്റ്ററിലെ തുണി നെയ്ത്തുകാരായിരുന്നു. കുറച്ചേറെ ആൾക്കാർ അതിൽ വലിയ സമ്പന്നരായിട്ടുള്ള ആർട്ടിസാൻസ് ഉണ്ടായിരുന്നു. കുറച്ച് ഇന്റലക്ച്വൽസ് ഉണ്ടായിരുന്നു. അങ്ങനെ 28 പേരിൽ കൂടുതലും വീവേഴ്സ് ആയിരുന്നു എന്ന് മാത്രം. അവരുടെ നേതൃത്വത്തിൽ റോക്ക്ഡെയിലിൽ ഒരു കോഓപ്പറേറ്റീവ് സൊസൈറ്റി ചാൾസ് ഹൗറാത്ത് പ്രസിഡന്റായും ജെയിംസ് ഡാലി സെക്രട്ടറിയുമായും ആരംഭിച്ചതാണ് റോക്ക്ഡെയിൽ ഇക്വിറ്റബിൾ സൊസൈറ്റി. ഞാൻ അതെടുക്കാൻ പോവുകയല്ല, നമ്മുടെ നിയമത്തിൽ വരുന്നതിന് വേണ്ടി ഈ കാര്യങ്ങൾ പറഞ്ഞിട്ടാണെന്ന് വിചാരിച്ച. അങ്ങനെ ഇരിക്കെ ഈ കോഓപ്പറേറ്റീവ് സൊസൈറ്റി എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകണം എന്നുള്ളൊരു സംശയം വന്നപ്പോൾ ആ കച്ചവട സ്ഥാപനത്തിൽ ചില നിർദ്ദേശങ്ങൾ വെച്ചു. ആർക്കും ഈ സൊസൈറ്റിയിൽ അംഗമാക്കാൻ നമ്മൾ സൗകര്യം കൊടുക്കണം. അത് കമ്പോള വിലയ്ക്ക് സാധനങ്ങൾ വിൽക്കാവൂ, അല്ലെങ്കിൽ പ്രൈവറ്റുകാരുമായിട്ട് കോമ്പീറ്റ് ചെയ്യുമ്പോൾ അവർ വില കുറയ്ക്കുമ്പോൾ നമ്മളും വില കുറച്ച് നമ്മുടെ സ്ഥാപനം തകർന്നു പോകുന്നുള്ളത് കൊണ്ട് പ്രൈവറ്റുകാരുടെ അതേ വിലയ്ക്ക് തന്നെ നമുക്ക് കൊടുക്കാം. എന്നിട്ട് വർഷാവസാനം ഡിവിഡൻഡ് കൊടുക്കാം, അല്ലെ പേട്രേജ് ഡിവിഡൻഡ് കൊടുക്കാം. വാങ്ങുന്നതിന്റെ അടിസ്ഥാനത്തിൽ ഡിവിഡൻഡ് കൊടുക്കുന്നതാണ് പേട്രേജ് ഡിവിഡൻഡ് കൊടുക്കാം എന്ന് തീരുമാനിച്ചു. കടം കൊടുക്കരുതെന്ന് തീരുമാനിച്ചു. ഇങ്ങനെ കുറച്ച് തീരുമാനങ്ങൾ എടുത്തത് 1860 മുതൽ പ്രിൻസിപ്പിൾ ആയിട്ട് അറിയപ്പെടാൻ തുടങ്ങി. അതാണ് റോക്ക്ഡെയിൽ പ്രിൻസിപ്പിൾസ്. ഇങ്ങനെ ഇരിക്കെ ഈ റോക്ക്ഡെയിൽ ഇക്വിറ്റബിൾ സൊസൈറ്റി ആരംഭിച്ചത് ഒരു സഹകരണ സംഘ നിയമം അന്നില്ല. അപ്പൊ പിന്നെ എങ്ങനെ പറ്റും? അതിനൊരു പരിഹാരം കണ്ടത് 1793 ഫ്രണ്ട്ലി സൊസൈറ്റീസ് ആക്ട് എന്ന് പറഞ്ഞുകൊണ്ടൊരു ആക്ട് ഉണ്ട്. അത് ചാരിറ്റബിൾ സൊസൈറ്റി രജിസ്റ്റർ ചെയ്യാനുള്ളതാണ്. ജനങ്ങളെ സഹായിക്കാൻ വേണ്ടി സമ്പന്നർ ഉണ്ടാക്കുന്ന ചാരിറ്റബിൾ സൊസൈറ്റികൾ. ആ സൊസൈറ്റി രൂപീകരിക്കാൻ വേണ്ടി ഒരു ആക്ട് ഉണ്ടായിരുന്നു 1793. ആ ആക്ടിന്റെ പിൻബലത്തിലാണ് ഈ സൊസൈറ്റിയും രൂപീകരിച്ചത്. പക്ഷെ രൂപീകരിച്ചത് കോഓപ്പറേറ്റീവ് സൊസൈറ്റി ആണെങ്കിലും ചാരിറ്റബിൾ സൊസൈറ്റീസ് ആക്ട് പ്രകാരമാണ് രജിസ്റ്റർ ചെയ്തത് 1793. പക്ഷെ പിന്നീട് പല വ്യക്തികളും കോഓപ്പറേറ്റീവ് സൊസൈറ്റി രൂപീകരിക്കാനായിട്ടൊരു നിയമം വേണമെന്ന് ഒരുപാട് അഭിപ്രായങ്ങൾ വന്നു. ആ അഭിപ്രായത്തിന്റെ അടിസ്ഥാനത്തിൽ ക്ലാറെ പോലുള്ള ആൾക്കാരുടെ നിർദ്ദേശം അനുസരിച്ച് ബ്രിട്ടീഷ് പാർലമെന്റിൽ ഒരു നിയമം കോഓപ്പറേറ്റീവ് സൊസൈറ്റി രജിസ്റ്റർ ചെയ്യാൻ വേണ്ടി ഉണ്ടാക്കി.
ആ നിയമത്തിന്റെ ചോദ്യമാണ് ആദ്യം വരുന്നത്. ബ്രിട്ടീഷ് പാർലമെന്റിൽ പാസാക്കിയ ഡാഷിലെ വ്യവസായ പ്രൊവിഡൻസ് നിയമമാണ് ആദ്യമായി സഹകരണ പ്രസ്ഥാനവുമായി ബന്ധപ്പെട്ട നിയമം. ഇൻഡസ്ട്രിയൽ ആൻഡ് പ്രൊവിഡൻസ് സൊസൈറ്റീസ് ആക്ട് എന്നാണ് ഇംഗ്ലീഷിൽ അറിയപ്പെടുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും 1844 സംഘം രജിസ്റ്റർ ചെയ്തപ്പോൾ ഈ നിയമം ഇല്ല. അത് പിന്നെ ഏത് നിയമപ്രകാരമാണ്? ഫ്രണ്ട്ലി സൊസൈറ്റീസ് ആക്ട് പ്രകാരമാണ്. അപ്പൊ പിന്നീട് നിയമം ഉണ്ടായല്ലോ, ഉണ്ടായി. അത് ബ്രിട്ടനിലാണ്. ആ നിയമം എന്നാണ് പാസാക്കിയെന്നാണ്. ഇതാണ് ഫസ്റ്റ് കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്ട് ഇൻ ദ വേൾഡ്, ഇൻഡസ്ട്രിയൽ ആൻഡ് പ്രൊവിഡൻസ് സൊസൈറ്റീസ് ആക്ട് അഥവാ വ്യവസായ പ്രൊവിഡൻസ് നിയമം എന്നറിയപ്പെടും. ഇത് പാസാക്കിയത് എന്നുള്ളതാണ് ചോദ്യം. 2 ക്വസ്റ്റ്യൻ വരാം. ആദ്യത്തെ നിയമം ഏതായിരുന്നു ചോദിച്ചാൽ ഇതാണ് ആൻസർ. എവിടെയാണ് പാസാക്കിയെന്ന് ചോദിച്ചാൽ ഇംഗ്ലണ്ടാണെന്ന് ഓർക്കണം. നമ്മൾ വിളിച്ചിരിക്കുന്ന ക്വസ്റ്റ്യൻ എന്നാണെന്നാണ്. ആൻസർ 1852. അപ്പോൾ ഒരു ക്വസ്റ്റ്യൻ കാണുമ്പോൾ ഒരിടത്ത് മാത്രമേ നമുക്ക് ഡാഷ് ഇടാൻ പറ്റൂ. അപ്പൊ ആ ക്വസ്റ്റ്യൻ മൊത്തം സെന്റൻസ് ആയിട്ട് പഠിച്ചു വെച്ചാലേ നിങ്ങൾക്ക് പറ്റും. ഇപ്പൊ എന്താണ് അത്? ബ്രിട്ടീഷ് പാർലമെന്റിലാണ് ഇത് പാസ്സാക്കിയത്. ഇപ്പൊ ഇംഗ്ലണ്ടിലാണ്. ആ ആക്ടിന്റെ പേരെന്താണ്? അതിനകത്ത് വേറെ ക്വസ്റ്റ്യൻ ആയിട്ട് വരാം. നമ്മള് ക്വസ്റ്റ്യൻ ഇട്ടത് എന്നാണെന്ന് മാത്രമാണ്. അത് 1852 ഇതാണ് ആദ്യത്തെ ക്വസ്റ്റ്യൻ. സ്വാഭാവികമായിട്ടും 1852 നിയമം ഉണ്ടാക്കിയപ്പോൾ, ഇന്ത്യയിൽ 1904 നിയമം ഉണ്ടാക്കിയപ്പോൾ അതിന് കുറച്ച് ഡിഫക്റ്റ് ഉണ്ടായിരുന്നു. അത് പരിഹരിക്കാൻ വേണ്ടി 1912 നിയമം ഭേദഗതി ചെയ്തതായിട്ട് നിങ്ങൾക്കറിയാം. ഇതുപോലെ ആദ്യമായിട്ടുണ്ടാക്കിയ നിയമമായതുകൊണ്ട് കുറച്ചേറെ ഡിഫക്റ്റുകളും ഡ്രോബാക്സുകളും ഉണ്ടാകും. അതിനെന്താണ് പരിഹാരം? only remedy amend the law. അങ്ങനെ ഈ നിയമത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട കുഴപ്പം എന്ന് പറയുന്നത് ലിമിറ്റഡ് ലയബിലിറ്റി സൊസൈറ്റി രൂപീകരിക്കാനോ സംഘങ്ങൾ ചേർന്ന് സംഘമുണ്ടാക്കുന്ന സെൻട്രൽ സംഘങ്ങൾ രൂപീകരിക്കാനോ നിയമമില്ല. എന്നുവെച്ചാൽ ഈ ഇംഗ്ലണ്ടിൽ ആകമാനം റോക്ക്ഡെയിലിനെ അനുകരിച്ചുകൊണ്ട് കൺസ്യൂമർ സ്റ്റോറുകൾ ആരംഭിച്ചു. പക്ഷേ ഈ സ്റ്റോറുകളെല്ലാം കൂടെ ചേർന്ന് സ്റ്റോറുകൾക്ക് സാധനം എത്തിക്കാൻ ഒരു ഹോൾസെയിൽ സ്റ്റോർ ഉണ്ടാക്കാൻ 52 നിയമത്തിൽ വ്യവസ്ഥയില്ല. അതുകൊണ്ട് ഓരോ പ്രൈമറി സ്റ്റോറുകളും സ്വന്തമായി സാധനങ്ങൾ വാങ്ങിക്കേണ്ട സാഹചര്യം വന്നപ്പോൾ വില അല്പം കൂടുതലായിരുന്നു. പക്ഷേ എല്ലാവർക്കും വേണ്ടി പ്രൊഡക്ഷൻ സെന്ററിൽ നിന്ന് ഏതെങ്കിലും ഒരു പ്രധാനപ്പെട്ട പ്രസ്ഥാനം പോയി വാങ്ങിച്ചാൽ കുറച്ചുകൂടെ വില കുറച്ച് കിട്ടും എന്നുള്ളത് കൊണ്ട് പക്ഷേ അത് രൂപീകരിക്കാൻ നിയമമില്ല. അങ്ങനെ ഈ പ്രധാനപ്പെട്ട 2 ഡിഫക്റ്റുകൾ റെക്ടിഫൈ ചെയ്യാൻ വേണ്ടി ഈ നിയമം പിന്നീട് അമെൻഡ് ചെയ്തു. ആ അമെൻഡ് ചെയ്തത് എന്നൊരു ചോദ്യം കൂടെ വന്നാൽ അത് നിങ്ങൾ നോട്ട് ചെയ്ത് വെക്കുക. പ്രധാനമായിട്ടും ഇതായതുകൊണ്ട് ഇത് പറഞ്ഞു. 1010 കൊല്ലം കൂടെ കഴിഞ്ഞാണ്, അതായത് 1862 നിങ്ങളത് കോർപ്പറേഷനായിട്ട് ബന്ധപ്പെട്ട് പഠിച്ചോളൂ. അതിന് ഏറ്റവും പ്രധാനപ്പെട്ട നേതൃത്വം കൊടുത്ത ആളാണ് EV നീൽ എന്ന് പറയും. EV നീൽ ഇദ്ദേഹമാണ് ഹോൾസെയിൽ സ്റ്റോർ ഉണ്ടാക്കാൻ നിർബന്ധം പിടിച്ചത്. അങ്ങനെ ഉണ്ടാക്കണമെങ്കിൽ നിയമം ഭേദഗതി ചെയ്യണം. അങ്ങനെ 62 ഭേദഗതി ചെയ്തതിന്റെ ഭാഗമായിട്ടാണ് ഇംഗ്ലണ്ടിൽ
കോപ്പറേറ്റീവ് ഹോൾസെയിൽ സ്റ്റോർ ആരംഭിക്കുന്നത്. CWS, കോപ്പറേറ്റീവ് ഹോൾസെയിൽ സ്റ്റോർ അഥവാ സഹകരണ മൊത്ത വ്യാപാരശാല. അത് രൂപീകരിക്കാനുള്ള നിയമം 62 വന്നത്. അത് വന്നതിന്റെ തൊട്ടടുത്ത വർഷം തന്നെ 1963 തന്നെ EB നീലിന്റെ നേതൃത്വത്തിൽ ഹോൾസെയിൽ സ്റ്റോർ ആരംഭിക്കുകയും രജിസ്റ്റർ ചെയ്യുകയും 64 മുതൽ ലോകത്തിലെ ആദ്യത്തെ ഹോൾസെയിൽ സ്റ്റോർ ഇംഗ്ലണ്ടിൽ പ്രവർത്തനം ആരംഭിക്കുകയും ചെയ്തു. അതിന്റെ പിന്നിൽ ഈ നിയമ ഭേദഗതിയാണ് 62 62 കഴിഞ്ഞ് തൊട്ടടുത്ത വർഷമായ 63 ഈ ഹോൾസെയിൽ സ്റ്റോർ രജിസ്റ്റർ ചെയ്യുന്നത്. തൊട്ടടുത്ത വർഷമായ 64 പ്രവർത്തനം ആരംഭിക്കുകയും ചെയ്തു. ഇതാണ് ലോക ചരിത്രത്തിൽ നമ്മളുടെ നിയമത്തിന്റെ ഒരു ചെറിയ സാഹചര്യം. അതിൽ ബാക്കിയൊക്കെ നിങ്ങൾ കോർപ്പറേഷനുമായി ബന്ധപ്പെട്ട് പഠിക്കും. ഇനി ഇന്ത്യയിലേക്ക് വന്നാൽ നിങ്ങൾക്കറിയാം 1875 നമുക്കറിയാം ബംഗാൾ അല്ലെങ്കിൽ ഡക്കാൻ, പൂനെ. ഡക്കാൻ പ്രദേശം എന്ന് പറയുന്നത് ബോംബെയും പൂനെയും നമ്മുടെ കർണാടക ഒക്കെ അടങ്ങുന്ന പ്രദേശമാണ് ഡക്കാൻ. ഡക്കാനിലെ കർഷകർ ബ്ലേഡ് മാഫിയയുടെ കയ്യിൽ നിന്ന് ലോൺ എടുക്കുകയും ആ ലോൺ എടുത്തത് തിരിച്ചടയ്ക്കാനൊക്കാതെ വരുമ്പോൾ ബ്ലേഡ് മാഫിയ എന്തെന്ന് വെച്ചാൽ അവരുടെ വസ്തു അങ്ങ് ഏറ്റെടുക്കുകയും പണം തിരിച്ചടയ്ക്കാത്തതിന് കർഷകരെ കേസ് കൊടുത്ത് ജയിലിലാക്കുകയും ചെയ്യുന്നൊരു നടപടി ഉണ്ടായിരുന്നു എന്ന് നിങ്ങൾക്കറിയാം. ബ്ലേഡുകാർ വസ്തു കൈവശപ്പെടുത്തുക മാത്രമല്ല അവരുടെ ജയിലിലടയ്ക്കുകയും ചെയ്യുക. ഇതിനെതിരെ അഹമ്മദ് നഗറിലും പൂന, ഡക്കാൻ പ്രദേശങ്ങളിൽ ഒരു സുപ്രഭാതത്തിൽ കർഷകരെ വലിയ സമരം ഉണ്ടാക്കി. ഒരു പ്രത്യേക ഏരിയയിൽ മാത്രം. ഈ സമരം ഉണ്ടാക്കിയത് 1875-76 കാലഘട്ടത്തിലാണ്. 1876-75 എന്ന് പറയുമ്പോൾ ഇന്ത്യയുടെ ഫസ്റ്റ് വാർ ഓഫ് ഇൻഡിപെൻഡൻസ് ആയ 1857 കഴിഞ്ഞ് കുറച്ച് വർഷങ്ങൾക്ക് ശേഷമാണ്. 1857 ഫസ്റ്റ് വാർ ഓഫ് ഇൻഡിപെൻഡൻസ് ബ്രിട്ടീഷ് ഗവൺമെന്റിനെ വളരെയധികം ഉലച്ച ഒരു പ്രത്യേകതയാണ്. ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി. അങ്ങനെയാണ് ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയിൽ നിന്ന് ഭരണം ബ്രിട്ടീഷ് ഗവൺമെന്റ് ഏറ്റെടുക്കുകയാണ് ചെയ്തത്. ആ സമരത്തിന്റെ ഫലമായിരുന്നു ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയിൽ നിന്ന് ഒരു കമ്പനി ആണ് ഇന്ത്യയെ ഭരിച്ചുകൊണ്ടിരുന്നത് 57 വരെ, 1800. ആ ഫസ്റ്റ് വാർ ഓഫ് ഇൻഡിപെൻഡൻസ് അഥവാ നമ്മളെ ആക്ഷേപിച്ചുകൊണ്ട് ബ്രിട്ടീഷുകാര് സിപായി ലഹള എന്ന് അപഹസിച്ച ആ ലഹളയുടെ ഫലമായിരുന്നു ഭരണം ബ്രിട്ടീഷ് ഗവൺമെന്റ് ഏറ്റെടുത്തു. അതുകൊണ്ട് തന്നെ അവർക്കൊരു ഭയമുണ്ട്. ചെറിയ പ്രശ്നങ്ങൾ പോലും അവരെ ബാധിക്കുമെന്നുള്ളത് കൊണ്ട് ഉടൻ തന്നെ ഒരു കമ്മീഷനെ വെക്കുകയും ആ കമ്മീഷന്റെ നിർദ്ദേശപ്രകാരം 1879 1879 ഡക്കാനിലെ കർഷകരെ സഹായിക്കാൻ വേണ്ടി മാത്രം, ഡക്കാനിലെ കർഷകർക്ക് സർക്കാർ സഹായം കൊടുക്കാൻ വേണ്ടി ഡക്കാനിലെ മാത്രം ഒരു നിയമം ഉണ്ടാക്കി. അതാണ് ഡക്കാൻ അഗ്രികൾച്ചർ റിലീഫ് ആക്ട്. ഡക്കാൻ ഡാറ എന്ന് പറയും. ഡക്കാൻ അഗ്രികൾച്ചർ റിലീഫ് ആക്ട് 1879 പാസ്സാക്കി. ദ മെയിൻ ഓബ്ജക്റ്റീവ് ടു പ്രൊവൈഡ് അല്ലെങ്കിൽ ഹെൽപ്പ് ഫൈനാൻഷ്യൽ അസിസ്റ്റൻസ് ടു ഫാർമേഴ്സ്, കർഷകർക്ക് ധനസഹായം കൊടുക്കുക. എസ്പെഷ്യലി ഇൻ പ്രധാനമായിട്ടും ഡക്കാൻ ഏരിയയിൽ. അങ്ങനെ ഡക്കാൻ റിലീഫ് ആക്ട് പാസ്. പക്ഷെ മറ്റുള്ള പ്രദേശങ്ങളിലും ചെറിയ ചെറിയ കരയുന്ന കുഞ്ഞിനെ പാലുള്ളൂ എന്നുള്ളത് കൊണ്ട് പിന്നീട് മറ്റുള്ള പ്രദേശങ്ങളിലും ചെറിയ ചെറിയ പ്രശ്നങ്ങൾ ഉണ്ടായപ്പോൾ
1883-ലും 84-ലും ഒക്കെയായി അഗ്രികൾച്ചർ ലോൺ ആക്ടും 84-ൽ 83-ൽ ലാൻഡ് ഇംപ്രൂവ്മെന്റ് ലോൺ ആക്ടും ഒക്കെ പാസ്സാക്കി. ഇങ്ങനെ കർഷകർക്ക് വായ്പ കൊടുക്കാൻ വേണ്ടി സർക്കാർ നേരിട്ടിടപെട്ട ഡക്കാൻ അഗ്രികൾച്ചർ റിലീഫ് ആക്ട്, ലാൻഡ് ഇംപ്രൂവ്മെന്റ് ലോൺ ആക്ട്, കൂടാതെ അഗ്രികൾച്ചർ ലോൺ ആക്ട്. അപ്പോൾ ലാൻഡ് ഇംപ്രൂവ്മെന്റ് ലോൺ ആക്ട് എന്നറിയപ്പെടും, ലൈല എന്നറിയപ്പെടും. 1884-ൽ അഗ്രികൾച്ചർ ലോൺ ആക്ട്, ആല, ഇങ്ങനെ ഡാറ, ലൈല, ആല എന്നൊക്കെ പറഞ്ഞ് 1879, 1883, 84 കാലഘട്ടത്തിൽ കുറച്ച് നിയമങ്ങൾ ഉണ്ടാക്കി കർഷകരെ സഹായിക്കാൻ ഗവൺമെന്റ് മുന്നിട്ടിറങ്ങുകയും പിന്നീട് ഈ രണ്ട് ആക്ടും കൂടെ കമ്പൈൻ ചെയ്ത് ടക്കാവി ആക്ട് എന്ന് പേര് കൊടുക്കുകയും ചെയ്തു. അങ്ങനെ ടക്കാവി ആക്ട് പ്രകാരം സർക്കാർ നേരിട്ട് കർഷകർക്ക് വായ്പ കൊടുക്കുന്ന പരിപാടി കൊണ്ടുവന്നു എന്നർത്ഥം. എന്തിന്? ഈ ബ്ലേഡ് മാഫിയയുടെ കയ്യിൽ നിന്നും രക്ഷപ്പെടുത്താം. കൂടാതെ ബ്ലേഡ് മാഫിയക്ക് നിയന്ത്രണം കൊണ്ടുവരുന്ന കുറച്ച് ക്ലോസുകളൊക്കെ ഈ നിയമത്തിലുണ്ടായിരുന്നു. അതിലേക്കൊന്നും നമ്മളിപ്പോ കടക്കുന്നില്ല. ജയിലിൽ പിടിച്ചിടാൻ പാടില്ല എന്നും കർഷകന്റെ വസ്തു മറ്റാരും ഏറ്റെടുക്കരുതെന്നൊക്കെ കുറച്ചേറെ ക്ലോസുകളുള്ള ആക്ടുകളാണ് ഇത്. രണ്ടുകൂടെ ചേർത്ത് ടക്കാവി ആക്ട് എന്നും. ടക്കാവി ആക്ട് എന്ന് പറഞ്ഞാൽ സർക്കാർ നേരിട്ട് കർഷകർക്ക് വായ്പ കൊടുക്കുന്ന പദ്ധതിയാണ് ടക്കാവി നിയമം അഥവാ ടക്കാവി വായ്പ എന്നറിയപ്പെടും. ടക്കാവി ആക്ട് പ്രകാരം കൊടുത്ത വായ്പയാണ് ടക്കാവി വായ്പ, മലയാളത്തിൽ തക്കാവി എന്ന് പറയും. ഗവൺമെന്റ് ഡയറക്ട്ലി പ്രൊവൈഡ് ലോൺസ് ടു ഫാർമേഴ്സ്. സർക്കാർ നേരിട്ട് കർഷകർക്ക് വായ്പ കൊടുക്കുക. നമുക്കറിയാം, ആയിരക്കണക്കിന് സംഘങ്ങളുള്ള ഇത്രയും പ്രവർത്തിച്ചനൊക്കെ ബ്ലേഡ് മാഫിയ വളരെ കർക്കശമായി പോകുന്നു. എന്നിട്ടും ബ്ലേഡ് മാഫിയയുടെ യാതൊരു തടസ്സവുമില്ല. 1953 ഒരു കാര്യം പറയുകയാണ്. 53 ഗോർവാല എന്ന് പറഞ്ഞൊരു കമ്മിറ്റിയെ വെച്ചു, ആൾ ഇന്ത്യ റൂറൽ സർവേ കമ്മിറ്റി. 51 അതിന്റെ റിപ്പോർട്ട് 54 വെച്ചത് നിങ്ങൾക്കറിയാം. എന്നുവെച്ചാൽ 1904 ഇന്ത്യയിൽ ആദ്യമായിട്ട് സഹകരണ പ്രസ്ഥാനം ഉണ്ടാകുന്നത്, വരുന്നുണ്ടത്. 50 കൊല്ലത്തെ പ്രവർത്തനം പഠിക്കാൻ വേണ്ടിയാണ് ആ കമ്മിറ്റിയെ വെച്ചത്. എന്നുവെച്ചാൽ ഇന്ത്യയിൽ സഹകരണ പ്രസ്ഥാനം ഉണ്ടായി 50 കൊല്ലം കഴിഞ്ഞിട്ട് നമ്മുടെ വായ്പാ മേഖലയിലെ കാര്യങ്ങളൊന്ന് മനസ്സിലാക്കാൻ സർവേ നടത്താനാണ്. 600-ഓളം ഗ്രാമങ്ങൾ സഞ്ചരിച്ച് കേരളത്തിൽ കൊല്ലം ജില്ലയിലും വന്ന ആ കമ്മിറ്റി കാര്യങ്ങൾ പഠിച്ച് ഒരു റിപ്പോർട്ട് വെച്ചപ്പോൾ മനസ്സിലാക്കിയ കാര്യം നിങ്ങൾക്കറിയാം. ഈ 50 കൊല്ലത്തെ പ്രവർത്തന ഫലമായിട്ടും സഹകരണ സംഘങ്ങൾ കൊടുത്ത വായ്പ ആകെ വായ്പയുടെ വെറും 3% മാത്രം. എന്ന് വെച്ചാൽ ആകെ ആ കൊല്ലം വരെ കൊടുത്ത 750 കോടി രൂപയുടെ വായ്പയിൽ വെറും 25 കോടി രൂപ മാത്രമാണ് കോഓപ്പറേറ്റീവ് സൊസൈറ്റി കൊടുത്തത്. എന്തിനു വേണ്ടിയാണ് ഇത് കൊണ്ടുവന്നത്? ബ്ലേഡ് മാഫിയയെ തകർക്കാൻ. 50 കൊല്ലം ശ്രമിച്ചനക്കം 3% കൊടുക്കാൻ പറ്റുള്ളൂ കോഓപ്പറേറ്റീവ് സൊസൈറ്റി ഉണ്ടായിട്ട് പോലും. അങ്ങനെയെങ്കിൽ സർക്കാർ നേരിട്ട് കൊടുക്കാൻ തുടങ്ങിയാൽ എന്തോ എത്തിക്കാൻ പറ്റും എന്ന് നമുക്ക് ചിന്തിക്കാവുന്നതേ ഉള്ളൂ. അങ്ങനെ ഇരിക്കെയാണ് നമ്മുടെ അടുത്ത ക്വസ്റ്റ്യൻ വരുന്നത്. കാരണമായ അങ്ങനെ ആയപ്പോൾ ഈ ആക്ട് കൊണ്ട് ഏതാ ഡക്കാൻ അഗ്രികൾച്ചർ റിലീഫ് ആക്ട് 1879 അല്ലെങ്കിൽ ലാൻഡ് ഇംപ്രൂവ്മെന്റ് ലോൺ ആക്ട് 1883 or 84 അഗ്രികൾച്ചർ ലോൺ ആക്ട്, ഇതെല്ലാം ഉണ്ടാക്കി അത് രണ്ടുകൂടെ കമ്പൈൻ ചെയ്ത് തക്കാവി ആക്ട് പാസ്സാക്കി തക്കാവി ലോൺ കൊടുത്തിണക്കുകയും കർഷകർക്ക് യാതൊരു വിധമായ ഗുണവും ഉണ്ടാകാതിരുന്നപ്പോഴാണ് എന്താണ് ഇതിനൊരു പരിഹാരം? ഇതൊക്കെ ഒരു താൽക്കാലിക പരിഹാരം ജനങ്ങളുടെ കയ്യിൽ കണ്ണിൽ പൊടിയിടാനാണ്. എന്താണ് മാർഗം? അത് ആലോചിച്ചെന്നെ മനസ്സിലാക്കിയത് നമ്മുടെ
മദ്രാസ് പ്രോവിൻസ്, അന്ന് പല പ്രോവിൻസുകളാണ്. സെൻട്രൽ പ്രോവിൻസ് ഉണ്ട്, കൽക്കട്ടയുണ്ട്, ബോംബെ ഉണ്ട്, മദ്രാസ് ഉണ്ട്. പല പ്രവിശ്യകളായിട്ട് ഭരണ സൗകര്യത്തിന് വേണ്ടി രാജ്യത്തെ വിഭജിച്ചിരുന്നു. അതിൽ മദ്രാസ് പ്രവിശ്യയിലെ അന്നത്തെ ഗവർണറായിരുന്ന വെൻലോക്ക് എന്ന് പറയുന്ന ഗവർണർക്ക് തോന്നി ഒരു കോപ്പറേറ്റീവ് സൊസൈറ്റി ആരംഭിച്ചാൽ കുറച്ചുകൂടെ നല്ലതാണല്ലോ. അതിന്റെ കാരണം എന്താ? ആ കാലഘട്ടത്തിൽ ജർമ്മനിയിൽ നല്ല രീതിയിൽ കോപ്പറേറ്റീവ് സൊസൈറ്റി പ്രവർത്തിക്കുകയും ഇംഗ്ലണ്ടിൽ കൺസ്യൂമർ സൊസൈറ്റികൾ പ്രവർത്തിക്കുകയും ജർമ്മനിയിൽ ട്രേഡ് സംഘങ്ങൾ ഡെവലപ്പ് ചെയ്യുകയും അവിടുത്തെ ജനങ്ങളുടെ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നു എന്നുള്ള ഒരു അറിവ് ലഭിച്ചതിന്റെ ഫലമായി നമ്മുടെ രാജ്യത്തും കോപ്പറേറ്റീവ് സൊസൈറ്റി ആരംഭിച്ചാൽ കുറച്ച് കർഷകർക്ക് നേട്ടമുണ്ടാകും എന്നുള്ള ധാരണയിൽ എങ്ങനെ കോപ്പറേറ്റീവ് സൊസൈറ്റി ഉണ്ടാക്കാം എന്നുള്ളതിനെ പറ്റി ഒരു വ്യക്തതയില്ലാത്തത് കൊണ്ട് എങ്ങനെ കോപ്പറേറ്റീവ് സൊസൈറ്റി രൂപീകരിക്കാം എന്നുള്ളതിനെ പറ്റി പഠിക്കാൻ 1892 വെൻലോക്ക് എന്ന് പറഞ്ഞ ഈ പ്രഭു അന്ന് ഹഡ്സൺ വൈസ്രോയി ആയിരിക്കെ വെൻലോക്ക് എന്ന് പറയുന്ന മദ്രാസ് പ്രോവിൻസിന്റെ ലോർഡ് വെൻലോക്ക്, ആ വെൻലോക്ക് 1892 അന്ന് അദ്ദേഹത്തിന്റെ കീഴിൽ പ്രവർത്തിച്ചുകൊണ്ടിരുന്ന ഇന്ത്യൻ സിവിൽ സർവീസ് അല്ലെങ്കിൽ ഇന്ന് ഇന്ത്യൻ അഡ്മിനിസ്ട്രേറ്റീവ് സർവീസ്, ഇന്ത്യൻ സിവിൽ സർവീസിലെ ഒരു ഉദ്യോഗസ്ഥനായ നിക്കോൾസൺ എന്ന് പറഞ്ഞ ആളിനോട് പറഞ്ഞു, ഇന്ത്യയിൽ സഹകരണ പ്രസ്ഥാനം രൂപീകരിക്കാൻ ഒരു പഠനം നടത്താൻ വേണ്ടി വെച്ചു. യൂറോപ്പിലേക്ക് പോകൂ. അപ്പൊ അത് ഇംഗ്ലണ്ട് ആകാം, ജർമ്മനി ആകാം, ഡെൻമാർക്ക് ആകാം, ഇറ്റലി ആകാം, എവിടെയായാലും എല്ലാം സംഘങ്ങൾ അവിടെ പ്രവർത്തിച്ചു കൊണ്ടിരുന്നതാണ്. പക്ഷെ അദ്ദേഹം പോയത് നേരിട്ട് ജർമ്മനിയിലേക്കാണ്. കാരണം ഇവിടെ പ്രശ്നം മിൽക്കിന്റെയോ കൺസ്യൂമറിന്റെയോ ഒന്നുമല്ല. ഇവിടെ പ്രശ്നം വായ്പയുടെ പ്രശ്നമായതുകൊണ്ട് വായ്പാ സംഘങ്ങൾ രൂപീകരിച്ചിട്ടുള്ള ജർമ്മനിയിൽ പോവുകയും അവിടെ പോയി 1892 പോയ ആൾ 3 കൊല്ലം കഴിഞ്ഞപ്പോൾ ഒരു ഇടക്കാൽ റിപ്പോർട്ട് വെച്ചു 1895. പക്ഷെ അത് പൂർണ്ണമല്ലായിരുന്നു. താൽക്കാലികമായ റിപ്പോർട്ട് സമർപ്പിച്ചു. അത് പ്രധാനമായിട്ടും റെയ്ഫിസനെ കണ്ട് പഠിക്കുക എന്ന് വെക്കുക മാത്രമല്ല, ഹെഡിങ് എങ്ങനെയാണെങ്കിലും റെയ്ഫിസന്റെ സംഘത്തെ പറ്റി കുറച്ച് വിവരിച്ചിട്ടുണ്ട്. ഇതുപോലെ നമുക്ക് സംഘങ്ങൾ ആരംഭിക്കണം. പിന്നത് ഒരു വോളിയമായിട്ട് 1897 മറ്റൊരു വോളിയമായിട്ട് 99 ഒക്കെ ആയിട്ട് 3 തവണയായിട്ട് ഈ റിപ്പോർട്ടെല്ലാം പൂർത്തിയാക്കി 1899 സമർപ്പിച്ചു. അതിന്റെ രത്ന ചുരുക്കം ടു സ്റ്റാർട്ട് ട്രേഡ് സൊസൈറ്റീസ് ഇൻ ഇന്ത്യ ജസ്റ്റ് ലൈക്ക് റെയ്ഫിസൺ ടൈപ്പ് ഇൻ ജർമ്മനി. ജർമ്മനിയിൽ ആരംഭിച്ചിരിക്കുന്ന ട്രേഡ് സൊസൈറ്റിയുടെ അതേ രൂപത്തിൽ ഇന്ത്യയിൽ ട്രേഡ് സൊസൈറ്റികൾ ആരംഭിക്കുക. അതാണ് അതുകൊണ്ട് ഉദ്ദേശിച്ചത്. പൈന്റ് റെയ്ഫിസൺ അല്ലാതെ അവിടെ പോയി റെയ്ഫിസനെ പോയി കണ്ടുപിടിക്കാനൊന്നും അല്ല. നിങ്ങൾക്കറിയാം. അങ്ങനെ 99 വെക്കുകയും അതിന്റെ അടിസ്ഥാനത്തിൽ ആ റിപ്പോർട്ട് കിട്ടിയതിന്റെ അടിസ്ഥാനത്തിൽ റിപ്പോർട്ട് മനസ്സിലാക്കി എങ്ങനെ രൂപീകരിക്കണം എന്നുള്ളപ്പോൾ ആദ്യമായിട്ടൊരു നിയമം ഉണ്ടാക്കുക എന്നുള്ളതാണ് അതിന്റെ പിന്നിൽ. അതുകൊണ്ടാണ് ലോകത്തെല്ലായിടത്തും കോപ്പറേറ്റീവ് സൊസൈറ്റി സ്റ്റാർട്ട് ചെയ്തിട്ടാണ് നിയമം ഉണ്ടായതെങ്കിൽ ചില രാജ്യങ്ങൾ ഒഴികെ നമ്മുടെ രാജ്യത്ത് നിയമം ഉണ്ടാക്കിയതിനു ശേഷമാണ് കോപ്പറേറ്റീവ് സൊസൈറ്റി ഉണ്ടാക്കുന്നത്. മിക്ക രാജ്യങ്ങളിലും കോപ്പറേറ്റീവ് മൂവ്മെന്റ് ഈസ് എ പീപ്പിൾസ് പോളിസി. ജനങ്ങൾ താല്പര്യം കാണിച്ച് ജനങ്ങൾ ഇടപെട്ടാണ്
സംഘങ്ങൾ രൂപീകരിച്ചു. അതിന്റെ മുന്നോട്ടുള്ള പോക്കിന് നിയമം ഉണ്ടാക്കി എന്നുള്ളതേ ഉള്ളൂ. അല്ല, നിയമം ഒരു ഘടകമേ അല്ല. ഡെൻമാർക്കിൽ ഇപ്പൊ പോലും നിയമമില്ല. ലോകത്തെ ഏറ്റവും വലിയ രീതിയിൽ സംഘങ്ങൾ പ്രവർത്തിക്കുന്നതാണ്. നിയമം ഒരു ഘടകമെന്ന്, ഒരു ചെറിയ ഘടകം എന്നുള്ളതേ ഉള്ളൂ. പക്ഷേ ഇന്ത്യയിൽ ആദ്യം നിയമം ഉണ്ടാക്കാൻ എന്നിട്ട് സംഘം രൂപീകരിക്കാമെന്ന് തീരുമാനിച്ചുകൊണ്ട് കോപ്പറേറ്റീവ് മൂവ്മെന്റ് ഇൻ ഇന്ത്യ ഈസ് എ ഗവൺമെന്റ് പോളിസിയായി മാറി. അതിന് കാരണമുണ്ട്. ജനങ്ങൾ സ്വമേധയാ കോപ്പറേറ്റീവ് സൊസൈറ്റി രൂപീകരിക്കാൻ തയ്യാറാകുന്നില്ല. ജനങ്ങളെ മനസ്സിലാക്കിയെടുത്തോളൂ. മറ്റു രാജ്യങ്ങളിൽ ആവശ്യകത തോന്നി അവർ തന്നെ ഉണ്ടാക്കുന്നുണ്ട്. ഇവിടെ അതില്ല. അതുകൊണ്ട് ഗവൺമെന്റിന്റെ താല്പര്യം ഉണ്ടാകണമെന്നുള്ളത് കൊണ്ട് ഒരു നിയമം ഉണ്ടാക്കാൻ വേണ്ടി ഒരു കമ്മിറ്റി ഉണ്ടാക്കാൻ തീരുമാനിച്ചു. അതാണ് നമ്മുടെ അടുത്ത ചോദ്യം. ബ്രിട്ടീഷ് ഇന്ത്യയുടെ വൈസ്രോയി ആയിരുന്ന ലോർഡ് ഹഡ്സൺ ഇന്ത്യയിൽ സഹകരണ സ്ഥാപനങ്ങൾ സ്ഥാപിക്കുന്നതിനാവശ്യമായ ഒരു നിയമം നിർമ്മാണം നടത്തുന്നതിന് രൂപീകരിച്ച കമ്മിറ്റിയിൽ അംഗമല്ലാതിരുന്നത് ആര്? അപ്പൊ ആ കമ്മിറ്റി രൂപീകരിച്ചതിനകത്ത് 3 പേരായിരുന്നു കമ്മിറ്റിക്കാർ. അതിലൊരാൾ ചെയർമാനായിരുന്നു. ആ 3 കമ്മിറ്റിക്കാർ ആരൊക്കെയാണെന്ന് അറിയാമെങ്കിൽ മാത്രം നമുക്ക് ആൻസർ എഴുതാൻ പറ്റുന്നതാണ് ഈ ചോദ്യം. അപ്പോൾ ആരൊക്കെയായിരുന്നു കമ്മിറ്റിയിൽ ഉണ്ടായിരുന്നത് നമുക്ക് നോക്കാം. അതല്ലാത്തവരല്ലേ ആണ് നമ്മളെ. അപ്പൊ നമ്മൾ പഠിച്ചു വെക്കേണ്ടത് ആരായിരുന്നു എന്ന് പഠിക്കേണ്ട കാര്യമില്ല. ആ ഭാഗത്ത് ഏത് ചോയ്സും വരാം. ആരൊക്കെ ആയിരുന്നു എന്ന് പഠിച്ചാൽ നമ്മുടെ പ്രശ്നം തീർന്നു. എഡ്വേർഡ് ലോ കമ്മിറ്റിയിൽ ഉണ്ടായിരുന്നു, ഡൂപ്പർനിക്സ് ഉണ്ടായിരുന്നു, നിക്കോൾസൺ ഉണ്ടായിരുന്നു. ഇതിനകത്തിൽ ഇല്ലാതിരുന്നത് ഇതാണ്. അപ്പൊ ആൻസർ ഇതാണ്. അപ്പൊ നമ്മൾ പഠിക്കേണ്ടത് ആരെയൊക്കെയാ? എഡ്വേർഡ് ലോ. അയാളുടെ പേരിൽ തന്നെ ഇച്ചിരി ലോ ഉണ്ട്. അപ്പം നിയമത്തിന്റെ ചെയർമാൻ അയാളെ ആക്കി. അതിൽ ലോ എന്ന് പേരുള്ളത് കൊണ്ടല്ല, എങ്കിലും അയാളെ ചെയർമാൻ ആക്കി. പിന്നോ ഇത് ജർമ്മനിയിൽ പോയി പഠിച്ച ആളുണ്ടല്ലോ, നിക്കോൾസൺ, അദ്ദേഹത്തെ ആക്കണമല്ലോ. അപ്പൊ സ്വാഭാവികമായിട്ടും 2 പേരായി, എഡ്വേർഡ് ലോ പിന്നെ നിക്കോൾസൺ. മറ്റൊന്ന്, ഇന്ത്യയിൽ തന്നെ അന്നത്തെ UP പ്രദേശം, ഉത്തർപ്രദേശ് ഭാഗത്ത് ജനങ്ങളെ സഹായിക്കാൻ വേണ്ടി ഒരു വ്യക്തി, അയാൾ തന്നെ ചെറിയ ചെറിയ ബാങ്കുകൾ ഉണ്ടാക്കിച്ചു. ജനകീയ ബാങ്കുകൾ രൂപീകരിച്ചു, പീപ്പിൾസ് ബാങ്ക്. ആ വ്യക്തിയാണ് ഇടപെട്ടുകൊണ്ട് കോപ്പറേറ്റീവ് സൊസൈറ്റി ഉണ്ടാക്കുന്നതിന് മുമ്പ് തന്നെ ഉണ്ടാക്കുകയും അത് കോപ്പറേറ്റീവ് സൊസൈറ്റി രൂപത്തിലുമല്ല, പീപ്പിൾസ് ബാങ്കുകൾ ഉണ്ടാക്കി. അതെങ്ങനെയാ പ്രവർത്തിക്കുന്നതെന്ന് ജനങ്ങളെ അറിയിക്കാൻ വേണ്ടി അദ്ദേഹം ഒരു പുസ്തകം എഴുതിയിട്ടുണ്ട്. പീപ്പിൾസ് ബാങ്ക് ഓഫ് നോർത്തേൺ ഇന്ത്യ, വടക്കേ ഇന്ത്യയിലെ ജനകീയ ബാങ്കുകൾ എന്ന് പറഞ്ഞ അദ്ദേഹം ഒരു പുസ്തകവും എഴുതിയിട്ടുണ്ട് 1900. അങ്ങനെ പുസ്തകം എഴുതി പീപ്പിൾസ് ബാങ്ക് രൂപീകരിച്ച് ഈ മേഖലയെ പറ്റി അല്പം വിവരമുള്ള ഡൂപ്പർനിക്സിനെ ഉൾപ്പെടുത്തി. അങ്ങനെ എഡ്വേർഡ് ലോ, അദ്ദേഹത്തിന്റെ പേരിൽ ഇച്ചിരി ലോ ഉള്ളത് കൊണ്ട് നിക്കോൾസനെ അദ്ദേഹം ജർമ്മനിയിൽ പോയി പഠിച്ച ആളാണ്. ഡൂപ്പർനിക്സ് പീപ്പിൾസ് ബാങ്ക് ഓഫ് നോർത്തേൺ ഇന്ത്യ എന്ന് പറഞ്ഞ് ബുക്ക് എഴുതുകയും അങ്ങനെ ബാങ്കുകൾ ഉണ്ടാക്കുകയും ചെയ്ത ആളായതുകൊണ്ട് അദ്ദേഹത്തെ ഉൾപ്പെടുത്തി ഒരു കമ്മിറ്റി ഉണ്ടാക്കി. അതാണ് അടുത്ത ചോദ്യം. ആൻസർ അംഗമല്ലാതിരുന്നത് ആരെന്നാണ്. ആൻസർ DR ഗാഡ്ഗിലാണ്. ഓക്കെ, നമ്മളെ നേരത്തെ പഠിച്ച കാര്യം തന്നെയാണ്. നിസ്സാര ക്വസ്റ്റ്യൻ ആണ്, അത് കൂടുതൽ പറയേണ്ട കാര്യമില്ല. ആ കമ്മിറ്റിയുടെ ചെയർമാൻ ആരായിരുന്നു? നമുക്കറിയാം, എഡ്വേർഡ് ലോ, നിക്കോൾസൺ, ഡൂപ്പർനിക്സ്. അതിൽ ചെയർമാൻ എഡ്വേർഡ് ലോ ആണെന്ന് നമ്മൾ നേരത്തെ പറഞ്ഞതാണ്. അപ്പൊ ആൻസർ എഡ്വേർഡ് ലോ. ഇന്ത്യയിൽ സഹകരണ നിയമ രൂപീകരണത്തിന് നിയമിച്ച കമ്മിറ്റിയുടെ ചെയർമാൻ, അത് ഓൾറെഡി അത് കൂടുതൽ പറയുന്നുണ്ട്. അങ്ങനെ അവരൊരു ഡ്രാഫ്റ്റ് ഉണ്ടാക്കുകയും ആ ഡ്രാഫ്റ്റ് ഗവൺമെന്റിന് സമർപ്പിക്കുകയും അത് പാസാക്കിയെടുക്കാനുള്ള നടപടി സ്വീകരിക്കുകയും ചെയ്തു. അങ്ങനെ ആ നിയമം 1904
പാസാക്കി. ആ നിയമത്തിന്റെ പേരെന്തെന്നാണ് ചോദ്യം അടുത്തത്. കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്ട്, കോപ്പറേറ്റീവ് ക്രെഡിറ്റ് സൊസൈറ്റീസ് ആക്ട്, മൾട്ടി സ്റ്റേറ്റ് കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്ട്, മൾട്ടി യൂണിറ്റ് കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്ട്. നിങ്ങൾക്കറിയാം 1904 ആക്ടിന്റെ പ്രശ്നം തന്നെ ആ പേരായിരുന്നു. എന്താണ്? കോഓപ്പറേറ്റീവ് ക്രെഡിറ്റ് സൊസൈറ്റീസ് ആക്ട് എന്നായിരുന്നു. എന്ന് വെച്ചാൽ ക്രെഡിറ്റ് സൊസൈറ്റികൾ മാത്രമേ രജിസ്റ്റർ ചെയ്യാനൊക്കത്തുള്ളൂ, പേരിൽ തന്നെ ക്രെഡിറ്റ് ഉണ്ട്. നമ്മൾ 1852 1852 ഇൻഡസ്ട്രിയൽ ആൻഡ് പ്രൊവിഡന്റ് സൊസൈറ്റീസ് ആക്ടിന്റെ പ്രശ്നം പരിഹരിക്കാൻ വേണ്ടി 62 അമെൻഡ് ചെയ്തു എന്ന് പറഞ്ഞതുപോലെ 1904 നമ്മുടെ നിയമത്തിന്റെ ഏറ്റവും വലിയ പ്രശ്നം ഒന്ന്, ക്രെഡിറ്റ് സൊസൈറ്റി മാത്രമേ രജിസ്റ്റർ ചെയ്യാനൊക്കത്തുള്ളൂ. അപ്പോൾ എന്താ അതിന്റെ കുഴപ്പം? നോൺ ക്രെഡിറ്റ് സൊസൈറ്റി പറ്റത്തില്ല. അതായിരുന്നു എന്റെ കുഴപ്പവും. അതിന്റെ പേരിൽ തന്നെ കിടക്കുന്ന കോപ്പറേറ്റീവ് ക്രെഡിറ്റ് സൊസൈറ്റീസ് ആക്ട് എന്നായിരുന്നു. അത് ഭേദഗതി ചെയ്ത് 12 അവര് 52 62 ഭേദഗതി ചെയ്ത പോലെ നമ്മൾ 1904 8 കൊല്ലം കഴിഞ്ഞ് ഭേദഗതി ചെയ്തു. അവര് 10 കൊല്ലം പിടിച്ചു, നമ്മൾ കുറച്ചുകൂടെ മിടുക്കലായതുകൊണ്ട് 8 കൊല്ലം കഴിഞ്ഞപ്പോൾ 12 അമെൻഡ് ചെയ്തു. അതെന്തിനാ? ഈ കുഴപ്പം മാറ്റാൻ വേണ്ടിയാ. എന്ത് കുഴപ്പമാ? ക്രെഡിറ്റ് സൊസൈറ്റി മാത്രമേ പറ്റത്തുള്ളൂ എന്നത്. അപ്പൊ ആക്ടിന്റെ പേരെന്താണ്? കോപ്പറേറ്റീവ് ക്രെഡിറ്റ് സൊസൈറ്റീസ് ആക്ട് എന്നാണ്. അങ്ങനെ ആദ്യമായിട്ട് കോപ്പറേറ്റീവ് ക്രെഡിറ്റ് സൊസൈറ്റീസ് ആക്ട് പേരുണ്ട്. എന്നാണ് പാസ്സാക്കിയത്? നമുക്കറിയാം 1904 നമുക്കറിയാം. അപ്പൊ 4 എല്ലായിടത്തും കിടക്കുന്നു. അപ്പൊ ഇനിയും ഇത് അറിയണം. 1904 മാർച്ച് 25 25/3/1904. അപ്പൊ ആൻസർ ഇതാണ്. ഇതൊക്കെ നിങ്ങളെ മനസ്സിലാക്കി. ഈ പറയുന്ന കാര്യങ്ങളെല്ലാം എല്ലാം അങ്ങനെ കാണാൻ പഠിക്കേണ്ടി വരുന്നില്ല. കാര്യങ്ങളൊന്ന് ഗ്രഹിച്ചു വെക്കുക എന്നുള്ളതേ ഉള്ളൂ. അതുകൊണ്ട് നമുക്ക് പരീക്ഷയ്ക്ക് എഴുതാം. നമ്മളിപ്പം നമ്മുടെ പരീക്ഷയ്ക്ക് എല്ലാം ക്വസ്റ്റ്യനകത്തിലുണ്ട്. നമ്മൾ ചെറുതായിട്ട് മാത്രം എഴുതിയാൽ മതി. പണ്ട് JDC-ക്കും HDC-ക്കും ഒക്കെ അവരുടെ ക്വസ്റ്റ്യനാ ചെറുത്, നമ്മൾ വിശാലമായിട്ട് എഴുതണം. ഇതിന്റെ ഗുണം അവരുടെ ക്വസ്റ്റ്യൻ വലുതും നമ്മള് ഒരു പോയിന്റ് ഒന്ന് കറപ്പിച്ചാൽ മതി. അപ്പൊ നമുക്ക് വിശാലമായിട്ടൊന്ന് കാര്യങ്ങളൊന്ന് അറിഞ്ഞു വെക്കുക എന്നുള്ളതേ ഉള്ളൂ. അറിഞ്ഞാൽ എഴുതാൻ പറ്റും. അതുകൊണ്ട് നിങ്ങളിപ്പം സെന്റൻസുകൾ മൊത്തത്തിലൊന്നും മറന്നുപോയാൽ പോലും അതിന്റെ പോയിന്റുകൾ മാത്രം ഒന്ന് ഓർത്തിരുന്നാൽ മതി എന്നുള്ളത് കൊണ്ടാണ്. നമുക്കറിയാം, ഏതൊരു നിയമം പാസ്സാക്കുമ്പോഴും പാർലമെന്റിൽ അവതരിപ്പിച്ചിട്ട് അന്ന് വൈസ്രോയി ആണ്, വൈസ്രോയി ഒപ്പിടണം. ഇനി ഇന്ത്യയിലാണെങ്കിൽ പ്രസിഡന്റ് ഒപ്പിടണം, കേരളത്തിലാണെങ്കിൽ ഗവർണർ ഒപ്പിടണം. അപ്പൊ നിയമം പാസ്സാക്കുന്നത് ഏത് വർഷമാണെങ്കിലും അത് ഗവർണറുടെ കൊടുക്കുമ്പോൾ പല പല നിയമങ്ങൾ ഇങ്ങനെ പാസ്സായിക്കൊണ്ടിരിക്കും. അത് പാസ്സാക്കി കൊടുക്കുമ്പോൾ അത് ഗവർണറെ കിട്ടുമ്പോൾ ആ പാസ്സാക്കി കൊടുക്കുന്ന ക്രമത്തിനൊന്നും ആ വർഷം ഒപ്പിടണമെന്നില്ല. ചിലപ്പോൾ 10ാമത് കൊടുത്തായിരിക്കും ആദ്യം ഒപ്പിടുന്നത്. ഇപ്പം 2025 ആദ്യം കുറച്ച് 10 കൊടുത്ത് അതൊന്നും ഒപ്പിട്ടില്ല. 11ാമത്തെ കൊടുത്ത് ആദ്യം ഒപ്പിട്ടെങ്കിൽ അത് 1 of 2025 എന്നറിയപ്പെടും. പിന്നെ 15ാമത് കൊടുത്തായിരിക്കും 2ാമത് ഒപ്പിടുന്നെങ്കിൽ അത് 2 of 2025 എന്നറിയപ്പെടും. ഇങ്ങനെ ആ ഒപ്പിടുന്ന ക്രമം അനുസരിച്ച് നിയമത്തിലിടുന്ന ഒരു നമ്പരും കൂടിയുണ്ട്.
നമ്മുടെ കേരള കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്ട് 1969, കേരള കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്ട് 1969 21 ആണ്. അത് 21ാമതായിട്ട് ഒപ്പിട്ടതാണെന്ന് അർത്ഥം. അപ്പം കാർഡ് ബാങ്ക് ആക്ട് 1984 അത് 20ാമതായിട്ട് ആ വർഷം ഒപ്പിട്ടത്. ആ വർഷം 20 of 1984 എന്നറിയും. ഇങ്ങനെ ഓരോന്നും നമ്പറുണ്ട്. ഇക്കണക്കിന് ഇന്ത്യയിൽ 1904 പാസാക്കിയ ഈ നിയമം എത്രാമത്തെ ആയിരുന്നു എന്നാ ചോദ്യം. ആൻസർ 10 ആണ്. 10 of 1984. അപ്പം കോപ്പറേറ്റീവ് ക്രെഡിറ്റ് സൊസൈറ്റീസ് ആക്ട് 1904 10 of 1904 എന്ന് പറയും. അതാണ് എൻ്റെ അർത്ഥം. ആൻസർ ഇതാണ്. അത് നമ്മുടെ ആക്ടുമായി ബന്ധപ്പെട്ട നമ്മുടെ ഇന്ത്യയിലെ ആക്ടിന്റെ രൂപീകരിച്ച ചെയർമാൻ, അതിൻ്റെ പേര്, അത് പാസാക്കിയ ഡേറ്റും മാസവും വർഷവും, അത് എത്രാമത്തെ ആക്ട് ആയിരുന്നു, അതാണ് ഇത്രയും നേരം പറഞ്ഞത്. അടുത്ത ചോദ്യം, 1904 ആക്ടിനെ പറ്റി കുറച്ച് ഫീച്ചേഴ്സ് നിങ്ങൾക്ക് പഠിക്കാനുണ്ട്. എല്ലാം ഒന്നുമല്ല, പ്രധാനപ്പെട്ട കുറച്ച്. അപ്പം ആ ഫീച്ചേഴ്സ് എന്ന് പറയും, നമ്മളിപ്പോ കേരള കോപ്പറേറ്റീവ് സൊസൈറ്റിന്റെ ആക്ടിന്റെ ഫീച്ചേഴ്സ് എന്ന് ചോദിച്ചാൽ ആക്ടിൽ പറഞ്ഞിരിക്കുന്ന പോയിന്റുകളെ ആ ഫീച്ചേഴ്സ് എന്നറിയപ്പെടുന്നത്. സഹകരണ സംഘം രജിസ്റ്റർ ചെയ്യുന്ന രജിസ്ട്രാർ ആണ്, അതൊരു ഫീച്ചറാണ്. അപ്പൊ അതിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളെല്ലാം നമുക്ക് ആ ആക്ട് ആൻഡ് റൂൾസിന്റെ ഫീച്ചേഴ്സ് എന്ന് പറയാം. ഇതുപോലെ അന്ന് പാസ്സാക്കിയ ആക്ടിനകത്തിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളെയാണ് ആക്ടിന്റെ ഫീച്ചേഴ്സ്, പ്രത്യേകതകൾ എന്നൊക്കെ പറഞ്ഞ് നമ്മൾ പഠിക്കുന്നത്. അത് ചെറിയ ആക്ട് ആയതുകൊണ്ട് കുറച്ച് പ്രത്യേകതകളെ ഉണ്ടായിരുന്നുള്ളൂ. നമ്മുടെ ആക്ട് വലിയ ആക്ട് ആയതുകൊണ്ട് ഒരുപാട് പ്രത്യേകതകൾ ഉണ്ടെന്ന് പറയാം. ഇവിടെ അതിൽ പ്രധാനപ്പെട്ട കുറച്ച് പ്രത്യേകതകൾ ഉണ്ടായിരുന്നു. ആ പ്രത്യേകതകളുടെ ചോദ്യം വരുന്നത് താഴെ പറയുന്നവയിൽ ഏതാണ് 1904 ഫീച്ചേഴ്സിൽ ഉൾപ്പെടാത്തത്? ഏതാക്റ്റാ? ആദ്യത്തെ ആക്ടിന്റെ കാര്യം പറയാം, 1904 ആക്ട്. ആക്ടിന്റെ പേര് നമ്മൾ പറഞ്ഞു, സഹകരണ വായ്പാ സംഘ നിയമം, ക്രെഡിറ്റ് സൊസൈറ്റീസ് ആക്ട്. ഒന്നാമത്തത്, ഓരോ പ്രവിശ്യയിലും രജിസ്ട്രാർ തസ്തികയിൽ ഒരാളെ നിയമിക്കാൻ വ്യവസ്ഥ ചെയ്തു. കാരണം എല്ലാ പ്രോവിൻസുകളിലും സംഘങ്ങൾ രജിസ്റ്റർ ചെയ്യാൻ വേണ്ടി അന്നും സംഘം രജിസ്റ്റർ ചെയ്യാനുള്ള അധികാരം രജിസ്ട്രാർക്കായിരുന്നു. അത് പ്രൊവിൻഷ്യൽ രജിസ്ട്രാർമാരെ നിയമിക്കണമെന്ന് വ്യവസ്ഥയുണ്ടായിരുന്നു. അത് ശരിയാണ്. മറ്റൊന്ന്, സംഘങ്ങളെ റൂറൽ എന്നും അർബൻ എന്നും തരംതിരിച്ചിരുന്നു. സഹകരണ സംഘങ്ങളെ റൂറൽ എന്നും അർബൻ എന്നുമാണ് തിരിച്ചിരുന്നത്. നമുക്കറിയാം എന്താണ് കാരണം. ജർമ്മനിയിൽ റൂറലും അർബനും ഉണ്ടായിരുന്നു. അത് പഠിച്ചിട്ടാണ് അദ്ദേഹം ഇവിടെ വന്നത്. അവിടെ റൂറൽ ഏരിയാസിൽ റേഫിസണും അർബൻ ഏരിയാസിൽ ഷൂൾസും സംഘങ്ങൾ ആരംഭിച്ചിട്ടുണ്ട്. അത് പഠിച്ചുകൊണ്ടെന്ന് വെച്ചപ്പോൾ ഇവിടെയും റൂറൽ എന്നും അർബൻ എന്നും രണ്ടായിട്ട് തിരിച്ചു. ഇതൊരു ശരിയായ തിരിവല്ല എന്ന് പിന്നീട് നമുക്ക് മനസ്സിലായി. അത് പിന്നത്തെ കാര്യം. അതിന് പരിഹരിച്ചാണ് 12 നിയമ ഭേദഗതി ചെയ്തത്. ഇപ്പൊ ഏതായാലും 4 നിയമത്തിൽ റൂറൽ എന്നും അർബൻ എന്നുമാണ് സംഘങ്ങളെ തരംതിരിച്ചിരുന്നത്. കാരണം ഇന്ന് റൂറലായിട്ട് നിൽക്കുന്ന പ്രദേശം നാളെ പട്ടണമായി മാറാം. അപ്പോൾ ഒരു പട്ടണത്തിലെ റൂറൽ സംഘം എന്ന് വരുമോ? അതൊരു അൺസയന്റിഫിക്, അശാസ്ത്രീയമായിരുന്നു. എങ്കിലും അങ്ങനെയാണ് തിരിച്ചിരുന്നത്. അതൊരു ശരിയാണ്, റൂറൽ എന്നും അർബൻ എന്നും തിരിച്ചിരുന്നു. റൂറൽ സംഘത്തിലെ ആകെയുള്ള അംഗങ്ങളിൽ 5ൽ 4 ആൾക്കാരും 80%. പക്ഷേ ഈ ചോദിക്കുന്ന അങ്ങനെ 5ൽ 4 റൂറൽ സംഘത്തിൽ ആകെയുള്ള അംഗങ്ങളുടെ
എത്ര ശതമാനവും കൃഷിക്കാരായിരിക്കണമെന്നാണ് 1904 നിയമത്തിൽ പറഞ്ഞിരുന്നതെന്നാണ് ചോദിക്കുന്നത് ചിലപ്പോൾ. അപ്പം ശതമാനം ചോദിക്കുമ്പോൾ 80%. ഫ്രാക്ഷനാ ചോദിക്കുന്നെങ്കിൽ 4 ഭാഗവും. 4 എന്ന് വെച്ചാൽ 10-ൽ 8, 100-ൽ 80. 4 ഭാഗവും കൃഷിക്കാരായിരിക്കണം. അർബനിലോ അത്രയും തന്നെ ആൾക്കാർ കൃഷിക്കാരല്ലാത്തവരായിരിക്കണം. ഇത് ശരിയാ. അപ്പം രജിസ്ട്രാർ സഹകരണ സംഘം രജിസ്റ്റർ ചെയ്യാൻ വേണ്ടി വേണം അർബൻ എന്നും റൂറൽ എന്നും തിരിച്ചു 4/5 4 ആൾക്കാരും or the 80% of the members in the rural society must be agriculturists. നിർബന്ധമായി. And 4/5 or the 80% of the members of urban society must be non-agriculturist. അതും ശരിയാ. അങ്ങനെ ഇപ്പം അടുത്തായിരിക്കും ആൻസർ നിങ്ങൾക്ക് ഉറപ്പാക്കാം. എങ്കിലും അതിവിടെ നോക്കാം. ആൻസർ ഇതാണ്. വായ്പാ സംഘങ്ങൾ മാത്രമേ രജിസ്റ്റർ ചെയ്യാനൊക്കത്തുള്ളായിരുന്നു നമ്മൾ കണ്ടു 4 നിയമത്തിൽ 1904 ആക്ട്. ഇവിടെ പറയുന്നത് ശരിയാണ്. വായ്പേതര സംഘങ്ങൾ രജിസ്റ്റർ ചെയ്യുന്നതിന് വ്യവസ്ഥയുണ്ടായിരുന്നു. അത് തെറ്റാണ്. വായ്പാ സംഘങ്ങളും വായ്പേതര സംഘങ്ങളും രജിസ്റ്റർ ചെയ്യാൻ നിയമം ഉണ്ടായിരുന്നത് 1912 നിയമത്തിലാണ്. 12 നിയമത്തിൽ. അതവിടെ നിൽക്കട്ടെ, എല്ലാം അവിടെ പറയുമ്പോൾ ചിലപ്പോൾ വല്ലാതായി പോകും. ഏതായാലും ഇതാണ് തെറ്റാണ്. അപ്പൊ നമ്മൾ ആ മറ്റേ ഫീച്ചേഴ്സ് പഠിച്ചു വെക്കണം. 1904 ആക്ട് അർബൻ എന്നും റൂറൽ എന്നും തിരിച്ചു. 4/5 രണ്ടും അർബനിലും റൂറലിലും 4/5 ആണ് ഫ്രാക്ഷൻ. പക്ഷെ വ്യത്യാസം അവിടുത്തെ കൃഷിക്കാരായിരിക്കണം, അവിടുത്തെ കൃഷിക്കാർ അല്ലാത്തവരായിരിക്കണം. ഈ 1904 നിയമം കോപ്പറേറ്റീവ് ക്രെഡിറ്റ് സൊസൈറ്റീസ് ആക്ട്, വായ്പാ സംഘ നിയമം പ്രത്യേകിച്ച് ഓർക്കുക. 25/3/1904 10ാമതായിട്ട് പാസ്സാക്കിയ കോപ്പറേറ്റീവ് ക്രെഡിറ്റ് സൊസൈറ്റീസ് ആക്ട്. ആകെ എത്ര സെക്ഷൻ ഉണ്ടെന്ന് ചോദിച്ചാൽ അതിന് 29 സെക്ഷൻസ് ഉണ്ടായിരുന്നു. അതാണ് അടുത്ത ക്വസ്റ്റ്യൻ. മറ്റ് 4 പോയിന്റ് ഇവിടെ കൊടുത്തിട്ട് 29 സെക്ഷനിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ ഇതെല്ലാം നമ്മൾ സെക്ഷൻ ബേസ് ആയിട്ട് പഠിക്കുന്നതല്ലേ. തന്നെ നമുക്ക് സെക്ഷൻ ഒന്നും പഠിക്കേണ്ട കാര്യമില്ല. എല്ലാമൊന്നും ആകെ പരീക്ഷയ്ക്ക് ചോദിച്ചാൽ 110 സെക്ഷൻ. നമ്മുടെ ഇടയ്ക്ക് പറയുകയാണ് 110 സെക്ഷനും 201 റൂളെന്ന് പറഞ്ഞാലും എണ്ണി വരുമ്പോൾ ഏതാണ്ട് 150ഓളം സെക്ഷനുകളുണ്ട്. എയും റൂളും എല്ലാം കൂടി 250 എണ്ണം ഉണ്ട്. ഇപ്പൊ 250ഉം 150ഉം 400 എണ്ണം പഠിക്കുക എന്ന് വെച്ചാൽ പറ്റത്തില്ല. കാരണം ഈ പഠിക്കുന്ന പോലെ അല്ലാതെ ഓരോ സെക്ഷന്റെയും നേരെയുള്ളത് തന്നെ പഠിക്കണം. അതൊന്നും ആരെ കൊണ്ടും പറ്റുന്ന കാര്യമല്ല. പഠിച്ചാൽ തന്നെയും ചെല്ലുമ്പോൾ മറന്നുപോകും. കാരണം നമ്മൾ 1 മുതൽ 10 വരെ സെക്ഷൻ വെച്ചിട്ട് ഹെഡിങ് പഠിച്ച് പോകും. പറയാൻ നോക്കുമ്പോൾ 9ാമത്തെ സെക്ഷന് കയറി 10ാമത്തെ പോയിന്റ് കയറും. അങ്ങനെ തിരിഞ്ഞും മറിഞ്ഞും പോവാം. അതോടുകൂടി മനസ്സങ്ങ് പഠിക്കും. നിങ്ങൾ ഈ റൂളും സെക്ഷന്റെ ഹെഡിങ് ഇതാകുമ്പോൾ ഒന്നും കാണാൻ പഠിക്കാനില്ല. സാറിന് പറഞ്ഞ പോലെ ഡൂപ്പർനിക്സ് അത് പ്രത്യേകിച്ച് ഇത്രാമത്തെ സെക്ഷൻ ഡൂപ്പർനിക്സ് എന്ന് പഠിക്കുമ്പോൾ അതിനോട് കണക്ട് ചെയ്ത് പഠിക്കേണ്ടി വരുമ്പോൾ പ്രയാസമാണ്. മറിച്ച് അങ്ങനെ ഇല്ലത് കുറച്ച് പേരുകൾ പഠിക്കുന്നു, കുറച്ച് വർഷങ്ങൾ പഠിക്കുന്നു. അതുകൊണ്ട് അങ്ങനെ റൂള് കയറി പഠിക്കാൻ പോയി കഴിഞ്ഞാൽ സെക്ഷൻ പഠിച്ചിട്ട് ലോ മൊത്തം പഠിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് അഭിമാനം കൊണ്ടിട്ടൊന്നും ഒരു മാർക്കും കിട്ടത്തില്ല. മിക്ക പരീക്ഷയ്ക്കും അങ്ങേ അറ്റം പോയ 2 സെക്ഷൻ 2 റൂളൊക്കെയാണ് ചോദിക്കുന്നത്.
400 എണ്ണം പഠിച്ചാൽ 2 മാർക്കോ 3 മാർക്കോ കിട്ടുന്നത്, അല്ലെങ്കിൽ 5 മാർക്ക് ആയിക്കോട്ടെ. ആ സമയം കൊണ്ട് നമുക്ക് മൊത്തം 95 മാർക്കിന്റെയും വേറെ പഠിക്കാൻ പറ്റും. അത് പഠിക്കുന്ന സമയം കൊണ്ട്. കാരണം ഒന്നിനോടൊന്ന് ബന്ധപ്പെട്ട് പഠിക്കേണ്ട കാര്യമില്ല. അതുകൊണ്ട് റൂള് എൻ്റെ ഒരു അഭിപ്രായമാണ്. നമ്മള് ഇത് ഓരോരുത്തർ പറയുമ്പോൾ അവരോട് പറയുന്നതനുസരിച്ച് എൻ്റെ ഒരു അഭിപ്രായത്തിൽ പറഞ്ഞുള്ളൂ. നമ്മൾ ഇതേയുള്ള അനുഭവം വെച്ചുകൊണ്ട് പറയുകയാണ്. അങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ കുറവാണ് റൂള് ചോദിക്കുന്നത്, സെക്ഷൻ ചോദിക്കുന്നത്. മാത്രമല്ല പഠിക്കാൻ ശ്രമിച്ചാലും നടക്കത്തില്ല. പിന്നെ പ്രധാനപ്പെട്ട കുറച്ച് സെക്ഷനും റൂളും ഒക്കെ നമ്മൾ പറയും. അതൊക്കെ പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുള്ളതാണ്. അതൊന്ന് നോക്കി വെക്കുക എന്നല്ലാതെ ചുമ്മാതെ സമയമൊന്നും കളഞ്ഞ് മെനക്കെട്ട് പഠിച്ചാലും മറന്നു പോകും എന്നുള്ളത് ഉറപ്പാണ്. അതിൻ്റെ തന്നെ കിട്ടത്തില്ല. ക്രമത്തിന് പഠിച്ചു വെക്കുന്നവർക്ക് പോലും തെറ്റിപ്പോകും. അല്ലെങ്കിൽ ഒരു പരീക്ഷയ്ക്ക് വേണ്ടി 1ാമത്തെ 2ാമത്തെ ഇങ്ങനെ പഠിച്ച് 50ാമത്തെ ചോദിച്ചെങ്കിൽ 50ാമത്തെ വരുമ്പോഴത്തേക്ക് സമയവും പോയിരിക്കും. ഓക്കെ. താഴെ പറയുന്നതിൽ 1904 ആക്ടുമായി ബന്ധപ്പെടാത്തതും പോലെ തന്നെ നമ്മൾ ഉദ്ദേശിക്കുന്നത്, നിങ്ങൾ ഷോർട്ട് ആൻസർ പോലെ പഠിച്ചു വെച്ചിരിക്കുന്നാൽ മാത്രമേ ഇങ്ങനെയുള്ള ആൻസർ എഴുതാനൊക്കത്തുള്ളൂ. ഒബ്ജക്റ്റീവ് ടൈപ്പ് എന്ന് പറയുന്നത് ഇപ്പൊ ഡിസ്ക്രിപ്റ്റീവ് ടൈപ്പ്, ഒബ്ജക്റ്റീവ് ടൈപ്പ് ഉണ്ട്. ഇപ്പം ക്രെഡിറ്റ് സൊസൈറ്റീസ് ആക്ട് പാസ്സാക്കിയെന്ന് ഞാൻ ചോദിച്ചാൽ 1904 മാർച്ച് 25 എന്ന് പറയുന്നത് ഒബ്ജക്റ്റീവ് ആണ്. എന്നാൽ നെഗറ്റീവ് ക്വസ്റ്റ്യൻ ചോദിക്കുക, അല്ലാത്തത് ഏത്, അതൊരു കേസ് ഡിസ്ക്രിപ്റ്റീവ് ടൈപ്പ് ക്വസ്റ്റ്യൻ ആണ്. ആ ആൻസർ എഴുതണമെങ്കിൽ ഡിസ്ക്രിപ്റ്റീവ് അറിഞ്ഞിരിക്കണം. അങ്ങനെ ഒരു ട്രെൻഡ് ഇപ്പൊ എക്സാം ബോർഡിനുണ്ട്. അത് നിങ്ങൾക്കും വരാം. അതുകൊണ്ടാണ് നമ്മൾ ആ രൂപത്തിൽ തന്നെ. മാത്രമല്ല ഈ പോയിന്റുകൾ മനസ്സിലാക്കാൻ നോക്കും. ഇപ്പം 1904 ആക്ടിന്റെ ഉള്ളത് ഏതെന്ന് ചോദിച്ചാൽ ഒരെണ്ണമേ വരത്തുള്ളൂ. അല്ലാത്ത ഏതെന്ന് ചോദിച്ചാൽ 3 എണ്ണം നിങ്ങൾക്ക് പഠിക്കുകയും ചെയ്യാം, അല്ലാത്ത കളയുകയും ചെയ്യാം. നോക്കാം ഇതിനകത്ത്. സെൻട്രൽ ബാങ്കുകൾ രജിസ്റ്റർ ചെയ്യാൻ നിയമം ഉണ്ടായിരുന്നില്ല. 1904 ആക്ടിൽ സെൻട്രൽ ബാങ്കുകൾ പ്രൈമറികൾ മാത്രമേ രജിസ്റ്റർ ചെയ്യാൻ നിയമം ഉണ്ടായിരുന്നുള്ളൂ. സെൻട്രൽ ബാങ്കിൽ രജിസ്റ്റർ ചെയ്യാൻ നിയമം ഇല്ലായിരുന്നു 4 നിയമത്തിൽ. ശരിയാ, സെൻട്രൽ ബാങ്ക് രൂപീകരിക്കാൻ നിയമം വന്നത് 12-ലാണ്. അപ്പൊ ഇതൊരു ശരിയായ സെന്റൻസാണ്. സെൻട്രൽ ബാങ്കിൽ രജിസ്റ്റർ ചെയ്യാൻ നിയമം ഉണ്ടായിരുന്നു എന്നല്ല പറഞ്ഞേക്കുന്നത്, ഉണ്ടായിരുന്നില്ല. ഓക്കെ. റൂറൽ സംഘങ്ങളിൽ മുതൽ മുടക്കുന്നവർക്ക് ലാഭവിഹിതം കൊടുത്തിരുന്നില്ല. 2 തരം സംഘം ഉണ്ടെന്ന് പറഞ്ഞു. റൂറൽ കൃഷിക്കാരെ മാത്രം 80% ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള റൂറൽ സംഘവും, അവിടെ ലാഭവിഹിതം കൊടുത്തിരുന്നില്ല. കാരണം റെയ്ഫിസണും ലാഭവിഹിതം കൊടുത്ത ആളല്ല. ജർമ്മനിയിൽ അയാൾ അവിടെ റൂറൽ സംഘം തുടങ്ങിയ ആളാണ്. അത് നമ്മൾ പകർത്തുകയായിരുന്നു. ഇവിടെയും റൂറൽ സംഘത്തിന് ചെറിയ ഷെയറേ ഉള്ളൂ, ലാഭവിഹിതം കൊടുത്തിരുന്നില്ല. ശരിയാണ്. റൂറൽ സംഘങ്ങളുടെ ബാധ്യത ക്ലിപ്തരഹിതമായിരുന്നു. ബാധ്യത അൺലിമിറ്റഡ് ആയിരുന്നു. ഇപ്പൊ നമുക്കറിയാം സംഘങ്ങളെല്ലാം ലിമിറ്റഡാണ്. ഗ്രാമീണ സംഘങ്ങളിലെ ഗ്രാമീണ സംഘങ്ങളെല്ലാം, ഗ്രാമീണ സംഘം വെച്ചാൽ ഗ്രാമീണ വായ്പാ സംഘങ്ങൾ, 1904 നിയമം അനുസരിച്ച് ഗ്രാമീണ മേഖലയിൽ പ്രവർത്തിക്കുന്ന വായ്പാ സംഘങ്ങളെല്ലാം 2 തരം സംഘമാണെന്ന് പറഞ്ഞു, ഗ്രാമീണവും അർബനും. ഗ്രാമീണ സംഘങ്ങളെല്ലാം അൺലിമിറ്റഡ് ലയബിലിറ്റി ആയിരിക്കണം. ശരിയാ, റെയ്ഫിസന്റെ അൺലിമിറ്റഡ് ആയിരുന്നു. അർബനിൽ ലിമിറ്റഡോ അൺലിമിറ്റഡോ ആകാം. അത് ഷൂൾസിന്റെ രൂപമായിരുന്നു. അപ്പൊ അത് അവിടെ നിൽക്കട്ടെ. ഇവിടെ അൺലിമിറ്റഡേ പറ്റത്തുള്ളൂ. റൂറൽ സംഘം അൺലിമിറ്റഡ് ആയിട്ട് രജിസ്റ്റർ ചെയ്യാനൊക്കത്തുള്ളൂ. അപ്പൊ നമ്മുടെ നിയമം അനുസരിച്ച് ലിമിറ്റഡേ പറ്റത്തുള്ളൂ എന്ന് പറഞ്ഞതുപോലെ അതും ശരിയാണ്. ഒരു സഹകരണ സംഘത്തിന് മറ്റൊരു സഹകരണ സംഘത്തിൽ അംഗമാകാമായിരുന്നു 4 നിയമത്തിൽ. തെറ്റാ. സംഘങ്ങൾ ചേർന്നുണ്ടാക്കുന്ന സംഘമാണ് നമ്മൾ ഉദ്ദേശിച്ചത്. അപ്പെക്സ് സംഘം, സെൻട്രൽ സംഘം, പ്രൊവിൻഷ്യൽ സംഘം. സംഘങ്ങൾ ചേർന്ന് സംഘം ഉണ്ടാക്കാൻ ഒക്കത്തില്ല. എന്ന് വെച്ചാൽ സംഘങ്ങൾ ചേർന്നുണ്ടാക്കുന്ന സംഘമാണ് സെൻട്രലും അപ്പെക്സും ഒക്കെ. മറ്റൊരു ഭാഷയിൽ പറഞ്ഞാൽ അപ്പെക്സ് സംഘങ്ങളോ ഫെഡറൽ സംഘങ്ങളോ പ്രൊവിൻഷ്യൽ സംഘങ്ങളോ രൂപീകരിക്കാൻ പറ്റത്തില്ല 1904 ആക്ടിൽ. അതിന്റെ മറ്റൊരു അർത്ഥമാണ് സംഘങ്ങൾ ചേർന്ന് സംഘം ഉണ്ടാക്കാൻ ഒക്കത്തില്ല. മറ്റൊരു രൂപത്തിൽ പറഞ്ഞാൽ
സംഘങ്ങൾ അംഗങ്ങളായിക്കൊണ്ട് സംഘം ഉണ്ടാക്കാൻ ഒക്കത്തില്ലായിരുന്നു 1904 ആക്ടിൽ. അതൊരു പരീക്ഷയ്ക്ക് ചോദിച്ചതാ. കോപ്പറേറ്റീവ് സൊസൈറ്റി ഷാൽ നോട്ട് ബിക്കം എ മെമ്പർ ഓഫ് എ ഷാൽ ബിക്കം എ മെമ്പർ ഓഫ് അനദർ കോപ്പറേറ്റീവ് സൊസൈറ്റി. ഒരു സംഘം മറ്റൊരു സംഘത്തിൽ അംഗമാകാമെന്ന് നിയമം ആദ്യമായി വന്നത് എന്നാണെന്ന് ചോദിച്ചാൽ 1904 ആക്ടിലല്ല, 1912 വന്നത്. ഈ കുഴപ്പം മാറ്റി. പക്ഷെ ഇവിടെ നമ്മൾ പഠിക്കേണ്ടത് അങ്ങനെ നിയമം ഇല്ലായിരുന്നു, ക്ലോസ് ഇല്ലായിരുന്നു, പ്രൊവിഷൻ ഇല്ലായിരുന്നു. സംഘങ്ങൾ അംഗങ്ങളായിക്കൊണ്ട് സംഘം പറ്റത്തില്ല. ഇതിനർത്ഥം അപ്പെക്സോ സെൻട്രലോ പറ്റത്തില്ല എന്നർത്ഥം. ഇത് മറ്റൊരു രൂപത്തിലാണ്. സംഘങ്ങൾ ചേർന്ന് സംഘം രൂപീകരിക്കുക. ഒരു സംഘത്തിന് മറ്റൊരു സംഘത്തിൽ അംഗമാകാനൊക്കില്ല എന്നൊരു അർത്ഥത്തിലാണ് കിടക്കുന്നത്. അത് ശ്രദ്ധിക്കുക. അപ്പൊ ആ പ്രധാനപ്പെട്ട ചില ഫീച്ചേഴ്സ് നിങ്ങളെ ഒന്ന് പരിചയപ്പെടുത്തണം. അത്യാവശ്യം വേണ്ട പ്രധാനപ്പെട്ടത് പറഞ്ഞു കഴിഞ്ഞു. അത് 4 ഫീച്ചേഴ്സ്, 29 ഫീച്ചേഴ്സ് ഉണ്ട്. 29 തന്നെ പിന്നെ ഉണ്ട്. ഇതെല്ലാം കൂടി നമ്മളൊന്ന് പഠിക്കേണ്ട കാര്യമില്ല. ജസ്റ്റ് ജോയിലേക്ക് പോകുന്നതിന് മുമ്പ് ഒന്ന് ബോധ്യപ്പെടുത്തുന്നുള്ളതേ ഉള്ളൂ. വേറെ 100 ക്വസ്റ്റ്യനും എല്ലാം ചോദിക്കുന്നുണ്ടെങ്കിൽ എന്തുമാത്രം സബ്ജക്റ്റുകളുണ്ട്. ഒരെണ്ണത്തെയും ചോദിക്കാൻ എന്താ പറ്റും? ക്വസ്റ്റ്യൻ കുറവല്ലേ ഉള്ളൂ. എങ്കിലും നമ്മുടെ അടുത്തത് 1904 ആക്ടിൽ കുറച്ച് കുഴപ്പങ്ങളുണ്ടായിരുന്നു. സെൻട്രൽ സംഘം പറ്റില്ല, നോൺ ക്രെഡിറ്റ് സംഘങ്ങൾ പറ്റില്ല, കോപ്പറേറ്റീവ് സൊസൈറ്റിയിലെ അർബൻ എന്നും റൂറൽ എന്നും തിരിച്ചത് അശാസ്ത്രീയമാണ്. ഇതിനൊക്കെ പരിഹാരം കാണണം. എങ്ങനെ പരിഹാരം കാണാം? ഒൺലി റെമഡി ടു അമെൻഡ് ദ ലോ. അതിനെന്ത് ചെയ്തു? അമെൻഡ് ചെയ്തു. എന്ന് 1912 ഏത് ആക്ട്? 1904 ആക്ട് അമെൻഡ് ചെയ്തു. ആ അമെൻഡ് ചെയ്തപ്പോൾ 1904 ആക്ട് നിലനിൽപ്പുണ്ടെന്ന് ആലോചിക്കണം. ഇപ്പൊ കേരള കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്ട് അമെൻഡ് ചെയ്തെന്ന് വിചാരിച്ചുകൊണ്ട് 69 എല്ലാം എടുത്തു കളഞ്ഞിട്ട് പുതിയതുണ്ടാക്കുകയല്ലല്ലോ. എപ്പോഴും ബേസ് ആയിട്ടുള്ളത് അവിടെ ഉണ്ടാകും. അതിൽ മാറ്റങ്ങൾ വരുത്തിക്കൊണ്ടിരിക്കുന്നതാണ് നിയമം കാലത്തിനനുസരിച്ച്. എന്ന് പറഞ്ഞ പോലെ നിയമം ഉണ്ടാക്കുമ്പോൾ ഉണ്ടാകുന്ന പാകപ്പിഴകൾ ഉണ്ടാകാം. കാലാകാലങ്ങൾ ഉണ്ടാകുന്ന ചേഞ്ചിനനുസരിച്ച് മാറ്റങ്ങൾ വരാം. ആ മാറ്റങ്ങൾ വരുമ്പോൾ ബേസിക് ആയിട്ടുള്ളത് അവിടെ തന്നെ നിൽക്കും. അപ്പൊ അന്നുണ്ടായിരുന്ന 29 സെക്ഷനും അവിടെ ഉണ്ട്. അതിൽ ചിലത് മാറ്റം വരുത്തി, കുറച്ച് സെക്ഷൻ കൂട്ടിച്ചേർത്തു. നമ്മുടെ അങ്ങനല്ലേ? 69 നിയമത്തിൽ കൂട്ടിച്ചേർത്തില്ലേ അനേകം. 74 എന്ന് പറയുന്ന സെക്ഷനകത്തിൽ 10 എയും 10 ബിയും 10 സിയും ചാപ്റ്റർ കയറ്റി 74A, 74B, 74C, 74D, E, F, G, H വരെ ആക്കി അല്ലേ? ഒരു സെക്ഷനിൽ തന്നെ. അത്രയുള്ള ഒരു സെക്ഷനും ഇല്ല. ഇപ്പൊ കൂട്ടിച്ചേർക്കൽ വരും. എന്ന് പറഞ്ഞ പോലെ 1904 ആക്ടിലെ അമെൻഡ് ചെയ്ത് പുതിയ കുറച്ച് കാര്യങ്ങൾ കയറ്റി, പഴയ കുറച്ച് കാര്യങ്ങൾ ചേഞ്ച് ചെയ്തു. അപ്പൊ അതിന്റെ ഫീച്ചേഴ്സ് എന്തൊക്കെയാണെന്നുള്ളത് പ്രത്യേകിച്ചൊന്ന് ഓർത്തു വെക്കാം. എല്ലാമല്ല, സംഘങ്ങളെ ക്ലിപ്തബാധ്യതാ സംഘങ്ങളെന്നും ക്ലിപ്തരഹിത ബാധ്യതാ സംഘങ്ങളെന്നും രണ്ടായി തിരിച്ചു. നേരത്തെ 4 അർബൻ എന്നും റൂറൽ എന്നും തിരിച്ചത് അശാസ്ത്രീയമാണെന്ന് നമ്മൾ കണ്ടു. അപ്പൊ എന്താ മാർഗം? അത് പരിഹരിക്കണം. എങ്ങനെ പരിഹരിച്ചു? റൂറൽ എന്നും അർബൻ എന്നുള്ള തിരഞ്ഞെടുപ്പ് മാറ്റി. പിന്നെ എങ്ങനെ ആക്കി? ലിമിറ്റഡ് എന്നും അൺലിമിറ്റഡ് എന്നും ആക്കി എന്ന് 1912. അപ്പൊ സംഘങ്ങളെ ലിമിറ്റഡ് എന്നും അൺലിമിറ്റഡ് എന്നും ആദ്യമായിട്ട് തിരിച്ചത് ഏതാക്റ്റാ? 1912. അത് പരീക്ഷയ്ക്ക് ചോദിച്ചാൽ എഴുതണം. 1912 ആക്ടിലാണ്. അപ്പൊ അത് ശരിയാണ്. ഒരു സഹകരണ സംഘത്തിന് മറ്റൊരു സഹകരണ സംഘത്തിൽ അംഗത്വം നൽകാൻ സാധിക്കുമായിരുന്നു. അത് 12 പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുള്ളതാ. നിങ്ങളെയല്ല. A cooperative society become a member of another cooperative society firstly incorporated in which act എന്നാ ചോദിച്ചത്. ഏത് ആക്ടിലാണ്? 1912.
ഇപ്പൊ നമ്മൾ 69 നിയമത്തിൽ പറയുന്നത് സംഘങ്ങളെ അംഗത്വം കൊടുക്കാം എന്ന് വെച്ചാൽ 69 എഴുതാനൊക്കത്തില്ല ആൻസർ. ആദ്യമായി ഫസ്റ്റ്ലി അത് ഈ ആക്ടിലാണ്. അപ്പോൾ ഇന്റർ സെൻട്രൽ സംഘങ്ങളും അപ്പെക്സ് സംഘങ്ങളും ഒക്കെ രൂപീകരിക്കാൻ നിയമം വന്നത് ഈ 12-ലാണ്. ആദ്യ സമയത്ത് ലാഭവിഹിതം കൊടുത്തിരുന്നില്ല. പക്ഷെ പിന്നീട് 12-ലെ നിയമത്തിൽ എന്തെങ്കിലും ഒന്ന് കൊടുക്കണം. അത് നിങ്ങൾക്കറിയാം, ആളുകളെ ആകർഷിക്കണമെങ്കിൽ ആദ്യകാലത്തൊക്കെ റോക്ക്ഡെയിലിന്റെ കാലഘട്ടത്തിലൊക്കെ അവർ പലിശ കൊടുക്കുമായിരുന്നു ഷെയറിന്. ചെറുതാണെങ്കിലും ആൾക്കാർ കൂടുതൽ ഷെയർ ഇടും. തീരെ പലിശ കുറഞ്ഞ ഷെയർ എത്ര കാലം കിടക്കും, എന്തേലും കിട്ടുമെന്നുണ്ടെങ്കിലേ ഇടത്തുള്ള ആൾക്കാർ. നമ്മളെ മേഖലയിലൊക്കെ എത്ര ഷെയർ ഇട്ടാലും ഒന്നും കിട്ടുന്നില്ല. നഷ്ടമുള്ള സംഘങ്ങളായല്ല. അവിടെ അവർ പെട്ടെന്ന് ഷെയർ എടുത്തിട്ട് പോകും. പക്ഷെ ഒരു നോമിനൽ പലിശയെങ്കിലും പ്രഖ്യാപിച്ചിരുന്നെങ്കിലോ, വർഷത്തിൽ ഒരിക്കൽ ഇത്തിരി പൈസയിലും കിട്ടുകയല്ലോ, നമ്മുടെ സംഘമല്ലേ കടന്നോട്ടം ധരിക്കും. ഇതൊരു യാതൊരു വിധമായ പ്രയോജനവും ഇല്ലാത്തത് കൊണ്ട് ഷെയർ ആ സംഘത്തിന് കിട്ടുന്നത് ദാറ്റ് ഇസ് എ ക്യാപിറ്റൽ അല്ലേ. ആ ക്യാപിറ്റൽ ഉണ്ടെങ്കിൽ ക്യാപിറ്റൽ അഡിക്വസി ആണ് സംഘങ്ങളുടെ ആസ്തി, നിലനിൽപ്പ്. പക്ഷെ നിർഭാഗ്യവശാൽ നമ്മളെ അങ്ങനെ ഇല്ല, പലിശയില്ല. അപ്പോൾ ലാഭവിഹിതം കൊടുക്കാൻ ഉണ്ടോ? എല്ലാം നഷ്ടത്തിലാണ് താൻ. സംഘങ്ങൾക്ക് ഓഹരിക്ക് ലാഭവിഹിതം നൽകുന്നത് 12-ൽ കൂട്ടിച്ചേർത്തു. 4-ൽ അതും ഇല്ല. ലാഭം ഉണ്ടെങ്കിലെങ്കിലും കൊടുക്കാൻ ഇപ്പൊ ഇത് പറ്റും 12 നിയമത്തിൽ. അല്ലെ ലാഭം ഉണ്ടെങ്കിലും കൊടുക്കത്തില്ല. അതാണ്. അപ്പൊ അത് ശരിയാണ്. ഫെഡറൽ കേന്ദ്ര സംഘം രൂപീകരിക്കുന്ന തടസ്സമുണ്ടായിരുന്നു എന്നാക്കണം അത്. ഫെഡറൽ സംഘങ്ങളും കേന്ദ്ര സംഘങ്ങൾ സെൻട്രൽ ഫെഡറൽ സംഘങ്ങൾ ചേർന്ന സംഘം ഉണ്ടാക്കാൻ തടസ്സം ഉണ്ടായിരുന്നു 12-ൽ ഇല്ല, ഉണ്ടാക്കാമായിരുന്നു. അതുകൊണ്ട് തടസ്സം ഉണ്ടായിരുന്നില്ല. ഫെഡറൽ സംഘങ്ങളും അപ്പെക്സ് സംഘങ്ങളും പ്രൊവിൻഷ്യൽ സംഘങ്ങൾ ഒക്കെ രൂപീകരിക്കാൻ 12-ൽ ക്ലോസ് ഉണ്ടായിരുന്നു. ഇവിടെ ഉണ്ടായിരുന്നില്ല. തടസ്സം ഉണ്ടായിരുന്നു എന്നാ പറയുന്നത്, തടസ്സം ഇല്ലായിരുന്നു. അത് അടിച്ചപ്പോ തെറ്റിപ്പോയതാണ്. നിങ്ങൾ തിരുത്തി മനസ്സിലാക്കിയാൽ മതി. കാര്യങ്ങൾ മനസ്സിലായല്ലോ എന്നുള്ളത് ഓർക്കുക. ആയിരത്തി 1904 നിയമത്തിൽ 29 വകുപ്പുകളായിരുന്നു. എന്നാൽ 1904-ൽ എന്നാൽ 1912 നിയമത്തിന് എത്ര വകുപ്പുണ്ടെന്ന് ചോദിച്ചാൽ 50 വകുപ്പുകളായിരുന്നു. ഒരിടത്ത് 29-ആണ്, ഒരിടത്ത് 50-ആണ്. ഇത് രണ്ടും ഒന്ന് ഓർത്ത് വെക്കുക. ചോദിക്കുന്നത് 29-ഉം 50-ഉം. ഏതായാലും 29-ഉം 50-ഉം പഠിച്ചിട്ട് പോകുമ്പോൾ ഏതിനാ 29 ഏതിനാ 50 സംശയം വരത്തില്ല. കാരണം അമൻഡ് ചെയ്തപ്പോ കൂടുതലേ വരത്തുള്ളല്ലോ. നമുക്കറിയാം 1904 നിയമവും 12 നിയമവും ഇന്ത്യക്ക് മൊത്തത്തിലാണ്. മദ്രാസ് പ്രൊവിൻഷ്യൽ ഗവൺമെന്റ് വിട്ടതെങ്കിലും നിയമം ഉണ്ടാക്കിയത് ഇന്ത്യക്ക് മൊത്തത്തിലാണ്. അപ്പൊ 4 നിയമവും 12 നിയമവുമാണ് സെൻട്രൽ പ്രോവിൻസിലും ബോംബെ പ്രോവിൻസിലും കൽക്കട്ടയിലും മദ്രാസിലും എല്ലാം ഇടത്ത് 4 നിയമമാണ്. പിന്നെ 12-ൽ അമെൻഡ് ചെയ്തപ്പോൾ ആ നിയമം എല്ലായിടത്തും. പക്ഷെ ഒരു കാര്യം നിങ്ങൾക്കറിയാം, 1857 1857 ഫസ്റ്റ് വാർ ഓഫ് ഇൻഡിപെൻഡൻസ്.
അതിൻ്റെ ഭാഗമായിട്ടാണ് ബ്രിട്ടീഷ് ഭരണം, ഇന്ത്യയിലെ ഭരണം ഈസ്റ്റ് ഇന്ത്യ കമ്പനിയിൽ നിന്ന് ബ്രിട്ടീഷ് ഗവൺമെന്റ് ഏറ്റെടുക്കുകയും അതുവരെ ഗവർണർ ജനറൽ എന്ന് പറഞ്ഞ സ്ഥാനം വൈസ്രോയി ആക്കി മാറ്റുകയും ചെയ്തതായിട്ട് നിങ്ങൾക്കറിയാം. അങ്ങനെ 57 ബ്രിട്ടീഷ് ഗവൺമെന്റ് ഏറ്റെടുത്തതോട് കൂടി പിന്നീട് ഇന്ത്യയിൽ എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടോ എന്ന് പഠിക്കാൻ വേണ്ടി കാലാകാലങ്ങളിൽ ആളുകളെ വിടും ബ്രിട്ടനിൽ നിന്ന്. 1909 മിന്റോ മോർലി എന്ന് പറഞ്ഞ് രണ്ടുപേരെ വിട്ടു ഇന്ത്യയിലെ കാര്യങ്ങൾ പഠിക്കാൻ. 10 കൊല്ലം കഴിഞ്ഞ് 1919 വീണ്ടും രണ്ടുപേരെ വിട്ടു, മൊണ്ടേഗു, ചെംസ്ഫോർഡ്. എന്തിനാ? ടു സ്റ്റഡി അബൌട്ട് ദ പ്രോബ്ലംസ് ഓഫ് ദ ഇന്ത്യൻസ്. അത് പഠിച്ചിട്ട് അത് പരിഹാര നിർദ്ദേശങ്ങൾ വെച്ചുകൊണ്ട് കാര്യങ്ങൾ ചെയ്യാനാണ്. നിയമം ഉണ്ടാക്കണേ, നിയമം ഉണ്ടാക്കുക ഒക്കെ അതിന് വേണ്ടിയാണ്. അങ്ങനെ മൊണ്ടേഗു, ചെംസ്ഫോർഡ് 1919 1909 മിന്റോ മോർലി. അത് നമുക്ക് പ്രസക്തി ഇല്ല, ഞാൻ പറഞ്ഞെന്നുള്ളതേ ഉള്ളൂ, അത് മറക്കുക, ഓർക്കുക വേണ്ട. 1919 മൊണ്ടേഗു, ചെംസ്ഫോർഡ് എന്ന് പറഞ്ഞ രണ്ടുപേര് വന്ന് ബ്രിട്ടീഷ് ഗവൺമെന്റ് വിട്ടൂടെ വന്ന് പഠിച്ചിട്ട് എല്ലാ മേഖലയും പറ്റി പഠിച്ചു. അതിന്റെ കൂട്ടത്തിൽ സഹകരണ മേഖലയെ പറ്റി പഠിച്ചു. കാരണം ഇന്ത്യയിൽ സഹകരണ പ്രസ്ഥാനം ഉണ്ടാക്കി ഇത് 15 കൊല്ലമായിരുന്നു. കാരണം 1904 ഉണ്ടായത്, ഇത് 19 വന്നത്. 15 കൊല്ലം പ്രവർത്തനം അവർ പരിശോധിച്ച് അതും പഠിച്ചു. ആ പഠിച്ച് റിപ്പോർട്ട് കൊടുത്തേ സഹകരണ മേഖലയുമായി ബന്ധപ്പെട്ടൊരു നിർദ്ദേശം പറഞ്ഞിരുന്നു. ഇന്ത്യ ഒരു ഡൈവേഴ്സിറ്റി ഉള്ള, വൈവിധ്യമുള്ള രാജ്യമാണ്. വിവിധ സംസ്ഥാനങ്ങൾ, വിവിധ ഭാഷകൾ, വിവിധ ജീവിത രീതികൾ, വിവിധ കാലാവസ്ഥകൾ, വിവിധ രീതിയിൽ താമസിക്കുന്ന ആൾക്കാർ. ചില പ്രദേശങ്ങളിലെ ആളുകളെ വിശാലമായ ഒരു സ്ഥലത്ത് ചിലപ്പോൾ 2 or 3 കുടുംബങ്ങൾ താമസിക്കുന്നവരുണ്ട്. ഞെങ്ങി താമസിക്കുന്ന, ഡെൻസിലി ആയിട്ട് താമസിക്കുന്ന ആൾക്കാരുള്ള സ്ഥലങ്ങളുണ്ട്. ചിലത്ത് കൃഷിയും, ചിലത്ത് വ്യത്യസ്തമായ രീതിയുള്ളിടത്ത് എല്ലാവർക്കും ഒറ്റ നിയമം, അതൊരു ശരിയല്ല. അതാത് പ്രാദേശികമായ വെച്ചിട്ടേ എത്ര പേര് ചേർന്ന് സംഘം ഉണ്ടാക്കണമെന്ന്. ഒരു പ്രദേശത്ത് ജനങ്ങൾ കുന്നുകൂടി താമസിക്കുന്നിടത്താണെങ്കിൽ 10, 15, 20 പറഞ്ഞു കഴിഞ്ഞാൽ പ്രശ്നമല്ല. എന്നാൽ ഒരുപാട് ഏരിയയിൽ താമസമില്ലാത്ത സ്ഥലത്ത് ഒരു സംഘം ഉണ്ടാക്കാൻ ചിലപ്പോൾ 10 പേരെ തന്നെ കിട്ടാൻ പ്രയാസമായിരിക്കാം. അതുകൊണ്ട് ഈ പ്രാദേശികമായ പരിഗണന വെച്ചുകൊണ്ട് സംഘങ്ങൾ രൂപീകരിക്കണമെങ്കിൽ അത് പ്രവിശ്യകൾക്ക് നിയമം ഉണ്ടാക്കാൻ അവസരം കൊടുക്കണം. ഇനി ഇപ്പൊ പ്രവിശ്യകളാണ്, ഇനി എന്തെങ്കിലും സ്റ്റേറ്റ് ആവുകയാണെങ്കിൽ സ്റ്റേറ്റുകൾക്ക് അവസരം കൊടുക്കുക, നിയമം ഉണ്ടാക്കുക. ഓരോ സംസ്ഥാനങ്ങളും ഓരോ പ്രവിശ്യ അവരോട് നിയമം ഉണ്ടായിക്കോട്ടെ, അതാത് പ്രദേശത്തിന്റെ സാഹചര്യം അനുസരിച്ച് എന്ന് നിർദ്ദേശിച്ചു ഈ മൊണ്ടേഗു ചെംസ്ഫോർഡ് കമ്മിറ്റി. അങ്ങനെ ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് പാസ്സാക്കിയപ്പോൾ അവർ നിർദ്ദേശം അനുസരിച്ച് ബ്രിട്ടീഷ് ഗവൺമെന്റ് പാസ്സാക്കിയപ്പോൾ ഒരു തീരുമാനമെടുത്തു. അതിനകത്ത് വെച്ചൊരു കാര്യം, ഇനി മുതൽ കോഓപ്പറേഷൻ പ്രൊവിൻഷ്യൽ വിഷയമായിരിക്കും, അല്ലെങ്കിൽ സംസ്ഥാന വിഷയമായിരിക്കും എന്ന് പ്രഖ്യാപിച്ചു. എന്നിങ്ങനെ ഇനി മുതൽ ഇന്ത്യക്ക് മൊത്തത്തിലൊരു നിയമം അല്ല, അതാത് പ്രവിശ്യകൾ നിയമം ഉണ്ടാക്കിക്കോ. അപ്പൊ നിങ്ങളുടെ സാഹചര്യം അനുസരിച്ച് ഉണ്ടാക്കിക്കോ. ഇതൊരു വിപ്ലവകരമായ നിർദ്ദേശമായിരുന്നു. അത് നിർദ്ദേശിച്ചത് മൊണ്ടേഗു ചെംസ്ഫോർഡാണ് എന്നാണെന്നാണ് ചോദ്യം. നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. സഹകരണം ഒരു പ്രവിശ്യ അല്ലെങ്കിൽ സംസ്ഥാന വിഷയമായത് 1919 മൊണ്ടേഗു ചെംസ്ഫോർഡിന്റെ ഭരണപരിഷ്കാരത്തിന്റെ ഭാഗമായിരുന്നു. അന്നാണ് സ്റ്റേറ്റ് സബ്ജക്റ്റ് ആക്കിയത് കോർപ്പറേഷൻ. പിന്നെ ഒരിക്കലും അത് തിരിച്ചു പോയിട്ടില്ല. ഇതിന്റെ അടിസ്ഥാനത്തിൽ
പിന്നെ പ്രവിശ്യകൾ നിയമം ഉണ്ടാക്കാൻ തുടങ്ങി. ആദ്യമായിട്ട് പാസാക്കിയ പ്രവിശ്യ ബോംബെ പ്രവിശ്യയാണ് 1925. ആ പ്രവിശ്യ ആദ്യ നിയമം ഉണ്ടാക്കി. പിന്നെ മദ്രാസ് ഉണ്ടാക്കി 32. പിന്നെ കൂർഗ്, ഒറീസ 35-ലും 36-ലും ഒക്കെ. പിന്നെ കൽക്കട്ട 40-ലും ഒക്കെ. ഓരോ പ്രവിശ്യകളും നിയമം ഉണ്ടാക്കാൻ തുടങ്ങി. അത് ചരിത്രമാണ്. എങ്കിലും ആദ്യത്തെ 25 ബോംബെയിലാണ്. ആദ്യമായി വീണ്ടും ആ ക്വസ്റ്റ്യൻ വരുന്നുണ്ട്. ഡാഷിൽ എന്ന് സംസ്ഥാന പ്രവിശ്യാ നിയമം പാസാക്കിയ പ്രവിശ്യ ഡാഷ് ആയിരുന്നു. അപ്പൊ അത് 1925 ബോംബെയാണ്. മൊണ്ടേഗു ചെംസ്ഫോർഡ് ഭരണപരിഷ്കാരത്തിന്റെ ഭാഗമായി ഫസ്റ്റ് പ്രോവിൻസ് എനാക്റ്റഡ് പ്രൊവിൻഷ്യൽ ആക്ട്, ദാറ്റ് ഈസ് ബോംബെ, ഇൻ 1925. അതാണ് ഓർക്കേണ്ടത്. പക്ഷെ കോപ്പറേറ്റീവ് മൂവ്മെന്റ് ആരംഭിക്കാൻ വേണ്ടി 92-ൽ 1892 800-കളാണ്. 1892-ൽ വിട്ടത് മദ്രാസ് പ്രോവിൻസ്. അക്കാര്യത്തിൽ മദ്രാസ് ആയിരുന്നു മുന്നിൽ. പക്ഷെ ഇത് നിയമം ആദ്യം ഉണ്ടാക്കിയ കാര്യത്തിൽ ബോംബെ ആണ് മുന്നിട്ട് നിൽക്കുന്നത്. ഓക്കെ, അതാണ് ആ ക്വസ്റ്റ്യൻ. ഇത്രയും നമ്മൾ ഇന്ത്യയിലെ കോപ്പറേറ്റീവ് നിയമത്തിന്റെ ഒരു ചെറിയ ചരിത്രം നിങ്ങൾ പഠിച്ചിട്ടുള്ള കാര്യങ്ങൾ ക്വസ്റ്റ്യൻ രൂപത്തിലാക്കിയെന്ന് മാത്രം തുടക്കമെന്ന രീതിയിൽ നമുക്ക് വീണ്ടും കേരളത്തിലെ കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്ടുമായി ബന്ധപ്പെട്ട് പോകേണ്ടതായിട്ടുണ്ട്. എന്നിട്ട് വേണം നമ്മുടെ ആക്ട് പഠിപ്പിച്ചു തുടങ്ങാൻ. ഇതിപ്പോ ഇച്ചിരി തുടക്കമായത് കൊണ്ട് കുറച്ചേറെ കാര്യങ്ങൾ പറയേണ്ടി വന്നത്. പിന്നെ അങ്ങോട്ട് പോകുമ്പോൾ അത്രയ്ക്ക് കാര്യങ്ങൾ വരുന്നില്ല. നിങ്ങൾക്ക് എന്തെങ്കിലും ചോദിക്കാനുണ്ടെങ്കിൽ ഇപ്പൊ ചോദിക്കാനുള്ള സമയമാണ്. ചോദിക്കുക. ചോദിക്കാൻ ചോദിച്ചു. നിങ്ങൾക്ക് ചോദിക്കാനുണ്ടാകുമെന്ന് വിചാരിച്ചുകൊണ്ടാണ് നമ്മൾ ഇച്ചിരി നിർത്തിയത്. ചോദിക്കാനൊന്നും ഇല്ലെങ്കിൽ നമുക്കത് തുടരാമായിരുന്നു. എന്തെങ്കിലും ചോദിക്കാനുണ്ടോ? തുടർന്നോളൂ സാർ. തുടർന്നോളൂ. ഓക്കെ ഓക്കെ. ഇനി നമ്മള് ഒരു കാര്യം കൂടി ഓർക്കുക. പല പല പ്രവിശ്യകൾ നിയമം ഉണ്ടാക്കി തുടങ്ങി. ബോംബെയും കൽക്കട്ടയും കൂർഗും ഒഡീസയും ബീഹാറും, ഒഡീഷയും ബീഹാറും കൂടെ ചേർത്ത് ആദ്യം, പിന്നെ ബീഹാറിന് മാത്രവും ഒക്കെയായിട്ട് എല്ലായിടത്തും നിയമം ഉണ്ടാക്കി കഴിഞ്ഞപ്പോൾ പിന്നെ 1912 നിയമം കാലഹരണപ്പെട്ടു. അതിന് പ്രസക്തിയില്ല. പക്ഷേ ഒരു പ്രശ്നം വന്നു. 1940 ആയപ്പോഴത്തേക്ക് എല്ലാ പ്രവിശ്യകൾക്കും നിയമമായി. ഒരു പ്രശ്നം, 2 പ്രവിശ്യകളോ 2 സംസ്ഥാനങ്ങളോ ചേർന്നൊരു സംഘം ഉണ്ടാക്കണമെങ്കിൽ ഏത് പ്രവിശ്യയുടെ അല്ലെങ്കിൽ ഏത് സംസ്ഥാനത്തിന്റെ നിയമം ഉപയോഗിക്കും? ഉദാഹരണത്തിന് ബോംബെ പ്രവിശ്യയും മദ്രാസ് പ്രവിശ്യയും കൂടെ ചേർന്ന് മൊത്ത ഏരിയ ഓപ്പറേഷനുള്ള ഒരു സംഘം രജിസ്റ്റർ ചെയ്യണമെങ്കിൽ ബോംബെ പ്രവിശ്യാ നിയമം ഉപയോഗിക്കുവോ മദ്രാസ് പ്രവിശ്യാ നിയമം ഉപയോഗിക്കുവോ എന്ന് ചോദിച്ചാൽ കൺഫ്യൂഷനായി. മദ്രാസുകാർ പറയും ഞങ്ങളുടെ എടുക്കണം, ബോംബെക്കാർ പറയും ഞങ്ങളുടെ നിയമം. അത് ശരിയാകത്തില്ല. ഒന്നിലധികം സംസ്ഥാനങ്ങൾ ചേർന്നൊരു സംഘം ഉണ്ടാക്കണമെങ്കിൽ
കേരളവും കർണാടകവും കൂടെ ചേർന്ന്, ഇപ്പം നമുക്കറിയാം കേരള കോപ്പറേറ്റീവ് സൊസൈറ്റി, കേരളവും കർണാടകവും കൂടെ ചേർന്ന് ഒരു സംഘം രൂപീകരിക്കണം. അപ്പൊ തന്നെ കാംകോ രജിസ്റ്റർ ചെയ്ത് അങ്ങനെയാണ്. ഏത് നിയമം ഉപയോഗിക്കും? 1967 ഇഫ്കോ, ഇന്ത്യൻ ഫാർമേഴ്സ് ഫെർട്ടിലൈസർ കോപ്പറേറ്റീവ്സ്, അത് രജിസ്റ്റർ ചെയ്യുന്നത് കുറച്ച് ഒരു സംസ്ഥാനമോ രണ്ട് സംസ്ഥാനമോ അല്ല, ഏരിയ മൊത്തമാണ്. 1965 NCCF, 1958 ഗാന്ധി ജയന്തി ദിനത്തിൽ രൂപീകരിച്ച നാഫെഡ്, ഇതൊക്കെ ഏത് നിയമപ്രകാരം രജിസ്റ്റർ ചെയ്യും? അതായത് രണ്ട് പ്രവിശ്യകൾ ചേർന്ന് വന്നാൽ എന്ത് ചെയ്യും? അതിനൊരു പരിഹാരമായിട്ട് 1942 ഇന്ത്യക്ക് മൊത്തത്തിലുള്ള നിയമം കാലഹരണപ്പെട്ടു പോയി. ഓരോ പ്രവിശ്യകളും അവരൊരു നിയമം ഉണ്ടാക്കി അവർ പ്രവർത്തനം ആരംഭിച്ചുകൊണ്ടിരിക്കുന്ന കാലഘട്ടമാണ്. അപ്പോൾ ഇങ്ങനൊരു വിഷയം വന്നപ്പോൾ വീണ്ടും ഇന്ത്യക്ക് മൊത്തത്തിലൊരു നിയമം വേണമെന്ന് കണ്ടതുകൊണ്ടാണ് എന്തിന് ഒന്നിലധികം സംസ്ഥാനങ്ങൾ ചേർന്ന് സംഘം രജിസ്റ്റർ ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിനുവേണ്ടി 1942 മൾട്ടി യൂണിറ്റ് കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്ട് പാസ്സാക്കി. അന്ന് പ്രവിശ്യകളായതുകൊണ്ട് മൾട്ടി സ്റ്റേറ്റ് എന്നല്ല, പല പല യൂണിറ്റുകൾ ചേർന്ന് സംഘം നിയമം ഉണ്ടാക്കുക, മൾട്ടി യൂണിറ്റ്. അപ്പം ബോംബെ യൂണിറ്റും മദ്രാസ് യൂണിറ്റും അവർക്കെല്ലാം കൂടെ ചേർന്ന് ഒരു സംഘം രൂപീകരിക്കാൻ ഒരു നിയമം ഉണ്ടാക്കാൻ തീരുമാനിച്ചു. അങ്ങനെയാണ് 1942 മൾട്ടി യൂണിറ്റ് കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്ട് പാസ്സാക്കിയതിന്റെ ഫലമായി ഈ നിയമപ്രകാരം ഒന്നിലധികം പ്രവിശ്യകൾ ചേർന്നൊരു സംഘം രൂപീകരിക്കണമെങ്കിൽ ഈ നിയമമാണ് മൾട്ടി യൂണിറ്റ്. പിന്നീട് സംസ്ഥാനങ്ങൾ, പ്രവിശ്യകൾ മാറി സംസ്ഥാനമായപ്പോൾ ഈ നിയമം ഒന്നും മാറ്റിയാണ് 1984 42 നേരെ ഇരട്ടി, അതിനെ മൾട്ടി സ്റ്റേറ്റ് കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്ട് എന്നാക്കി. ഒന്നിലധികം പ്രവിശ്യകൾ ചേർന്ന് സംഘം രൂപീകരിക്കുന്നതിന് മൾട്ടി യൂണിറ്റ് കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്ട് പ്രകാരമായിരുന്നു. പിന്നെ അത് ഒന്നിലധികം സംസ്ഥാനമാക്കിയപ്പോൾ ആക്ടിന്റെ പേര് മൾട്ടി സ്റ്റേറ്റ് കോപ്പറേറ്റീവ് സൊസൈറ്റി ആക്ട്. ഇതാണ് പ്രവിശ്യകൾക്ക് മാത്രം നിയമം ഉണ്ടാക്കാൻ അവസരം കൊടുത്തപ്പോൾ ഉണ്ടായ ഒരു പാളിച്ച പരിഹരിക്കാൻ വേണ്ടി ഒന്നിലധികം പ്രവിശ്യകൾ ചേർന്ന് സംഘം രൂപീകരിക്കാനുള്ള ഒരു നിയമം പാസ്സാക്കിയതാണ് 42 മൾട്ടി യൂണിറ്റ്, പിന്നെ അത് മൾട്ടി സ്റ്റേറ്റ് ആക്കിയത്. അതാണ്, അങ്ങനെ ഒരു നിയമം കൂടി ഉണ്ടായിട്ടുണ്ട്. അത് ഈ പ്രശ്നം പരിഹരിക്കാൻ വേണ്ടിയാണ് ഒന്നിലധികം പ്രവിശ്യകൾ ചേർന്നൊരു സംഘം രൂപീകരിക്കാൻ ഏതെങ്കിലും ഒരു പ്രവിശ്യയുടെ നിയമം ഉപയോഗിക്കാൻ ഒക്കാതെ വരുമ്പോൾ അതിന്റെ പരിഹാരമായിട്ടാണ് മൾട്ടി യൂണിറ്റ് എന്നും പിന്നീട് മൾട്ടി സ്റ്റേറ്റ് എന്നും അറിയപ്പെടുന്ന ആക്ട് പാസ്സാക്കിയത്. നമ്മുടെ ചോദ്യം അങ്ങനെയെങ്കിൽ 1904 നിയമം ഉണ്ടാക്കി. ആരുടെയോ ഫോൺ ഓണാണോ? 1912 നിയമം ഭേദഗതി ചെയ്തു. അപ്പൊ സ്വാഭാവികമായിട്ട് ഇന്ത്യയിൽ ആകമാനം 1912 നിയമമായിരിക്കും 12. പക്ഷേ അന്ന് സ്വതന്ത്ര നാട്ടുരാജ്യങ്ങളായിരുന്നു കൊച്ചിയും തിരുവിതാംകൂറും മൈസൂറും പാട്യാലയും, ഇങ്ങനെ വിവിധ നാട്ടുരാജ്യങ്ങളുണ്ടായിരുന്നു. ആ നാട്ടുരാജ്യത്തിന്റെ മേൽ ബ്രിട്ടീഷ് ഭരണത്തിന് അധികാരമില്ലായിരുന്നു. പിന്നെ ആർക്ക് ബ്രിട്ടീഷ് ഭരണത്തിന് അധികാരമുണ്ടായിരുന്നത് ഈ നാട്ടുരാജ്യങ്ങൾ ഒഴികെയുള്ളിടത്തായിരുന്നു. അവിടെയൊക്കെ 12 നിയമം ബാധകമായിരുന്നു. എന്നാൽ നാട്ടുരാജ്യങ്ങളിൽ 12 നിയമം ബാധകമല്ല. അതൊക്കെ സ്വതന്ത്ര നാട്ടുരാജ്യങ്ങളാണ്.
12 നിയമം അത് നാട്ടുരാജ്യങ്ങൾ ഒഴികെയുള്ള പ്രദേശങ്ങൾക്കായിരുന്നു ബാധകം. അതുകൊണ്ട് 4 ആക്ട് ഇന്നത്തെ കേരളത്തിൽ ഒരിടത്തും ബാധകമല്ലായിരുന്നു. 12 ആക്ടും ബാധകമല്ല. പിന്നെ ഏതാക്റ്റാ? അതാത് പ്രവിശ്യകൾ, അതാത് സ്വയംഭരണ പ്രദേശങ്ങളിൽ ആ പ്രദേശത്തിന് മാത്രമായ ചെറിയ നിയമം ഉണ്ടാക്കാൻ അവസരം ഉണ്ടായിരുന്നു. ഇന്ത്യക്ക് മൊത്തത്തിലുള്ള നിയമമാണ് 4 12 പിന്നെ പ്രവിശ്യകളാക്കിയത് 19 പിന്നീട് ഇന്ത്യക്ക് മൊത്തത്തിൽ വേറൊരു നിയമം 42 രൂപീകരിച്ച് നമ്മൾ കണ്ടു. ഇവിടെ പറയുന്നത് 1912 നിയമം ഇന്ത്യക്ക് മൊത്തത്തിൽ ബാധകമായിരുന്നു. എന്നാൽ കുറച്ച് നാട്ടുരാജ്യങ്ങൾക്ക് ആ നിയമം ബാധകമല്ല. അതുകൊണ്ട് നാട്ടുരാജ്യങ്ങൾ അവരുടേതായ നിയമം ഉണ്ടാക്കിയിരുന്ന അന്നേ സംസ്ഥാന വിഷയമാകുന്ന 19 മുൻപ് തന്നെ ഓരോ ചില പ്രദേശങ്ങളിൽ, ചെറിയ പ്രദേശങ്ങളിൽ സഹകരണ സംഘ നിയമം ഉണ്ടായിരുന്നു. അക്കൂട്ടത്തിലാണ് കൊച്ചി. കൊച്ചിയിൽ ഒരു നിയമം ഉണ്ടായിരുന്നു. നമ്മൾ ആലോചിക്കേണ്ടത് 19 സംസ്ഥാനങ്ങൾക്ക് നിയമം ഉണ്ടാക്കാൻ അവസരം കൊടുത്ത്, പ്രവിശ്യക്ക് നിയമം ഉണ്ടാക്കാൻ അവസരം കൊടുത്തെങ്കിലും അതിന് മുൻപ് തന്നെ ഇന്ത്യക്കൊരു നിയമം ഉള്ളപ്പോൾ തന്നെ ഇന്ത്യയിലെ ഭാഗമായിരുന്നെങ്കിലും സ്വതന്ത്ര രാജ്യമായിരുന്ന കൊച്ചിക്ക് ഒരു നിയമം ഉണ്ടാക്കി. തിരുവിതാംകൂറിന് ഒരു നിയമം ഉണ്ടാക്കി. കൂടാതെ മറ്റ് സ്വയംഭരണ സ്ഥലങ്ങളിലെല്ലാം ഉണ്ടാക്കി. നമുക്ക് അതിലേക്ക് പോകണ്ട. നമുക്ക് കൊച്ചിയും തിരുവിതാംകൂറിലും നിയമം ഉണ്ടാക്കി. അതിൽ ആദ്യമായിട്ട് 19 മുൻപ് തന്നെ കൊച്ചിയിൽ ഒരു നിയമം ഉണ്ടാക്കിയിരുന്നു. അത് അന്ന് കൊച്ചിയിലെ ദിവാനായിരുന്ന പി രാജഗോപാലാചാരി, ഒരു സി രാജഗോപാലാചാരി ഉണ്ട്, അല്ല, ഇത് പി രാജഗോപാലാചാരി അന്ന് കൊച്ചിയിലെ ദിവാനായിരുന്നു. അദ്ദേഹത്തിന്റെ സഹായത്തോടു കൂടി തുടങ്ങിയെങ്കിലും ആ നിയമം പാസാക്കുന്ന സമയത്ത് ബാനർജി ആയിരുന്നു അതിന്റെ കൊച്ചിയുടെ ദിവാൻ. പക്ഷെ എല്ലാം പാകം ചെയ്തത് രാജഗോപാലാചാരിയും കഴിക്കാനുള്ള അവസരം കിട്ടിയത് ബാനർജിക്കുമായിരുന്നു. അങ്ങനെ ആദ്യമായിട്ട് ഇന്നത്തെ കേരളത്തിന്റെ അന്നത്തെ കൊച്ചിയിൽ ഒരു നിയമം ഉണ്ടാക്കി. അത് എന്നാണെന്നാണ് ചോദ്യം. ഒരു നിയമം ഉണ്ടാക്കി. ആ നിയമപ്രകാരം ആദ്യം രജിസ്റ്റർ ചെയ്ത സംഘം അത് ഉണ്ട് കൊച്ചി. ആ നിയമം എന്നായിരുന്ന ചോദ്യം? 1900, ഞാൻ പറഞ്ഞത് 14 എന്നാണ് തോന്നുന്നു, 13. 1913 ആ നിയമം ഉണ്ടാക്കിയത് കൊച്ചിയിൽ. ആ നിയമപ്രകാരം ആദ്യമായിട്ടൊരു സംഘം രജിസ്റ്റർ ചെയ്തു കൊച്ചിയിൽ, അന്നത്തെ കൊച്ചിയിൽ. അത് ഏതെന്നാണ് ആദ്യത്തെ ചോദ്യം. അടുത്ത ചോദ്യം അതാണ് എടവനക്കാട് സഹകരണ സംഘം ലിമിറ്റഡ് 1. അത് നിയമം ഉണ്ടാക്കിയത് 1913 ഇത് രജിസ്റ്റർ ചെയ്തത് 1914, അടുത്ത വർഷം. ഓക്കെ. അപ്പൊ കൊച്ചിൻ നിയമം 13 എടവനക്കാട് കോപ്പറേറ്റീവ് സൊസൈറ്റി ആസ് പെർ കൊച്ചിൻ കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്ട് വാസ് രജിസ്റ്റേർഡ് 1914, 14. അതാണ്. ഇപ്പൊ സ്വാഭാവികമായിട്ടും കൊച്ചി രാജാവ് ഇക്കാര്യത്തിൽ മിടുക്ക് കാണിച്ചു കഴിഞ്ഞു. 13 നിയമം ഉണ്ടാക്കി, 14 സംഘവും രൂപീകരിച്ചു. ഇത് കാണുമ്പോൾ തിരുവിതാംകൂർ രാജാവിന് സഹിച്ചില്ല. ഈ പി രാജഗോപാലാചാരി, നിങ്ങൾക്കറിയാം, ചരിത്രം പഠിച്ചവർക്കറിയാം, കുറച്ചു കാലം 1800 കാലഘട്ടങ്ങളിൽ കൊച്ചിയിലെ ദിവാനായിരുന്നു. പിന്നീട് അദ്ദേഹം തമിഴ്നാട്ടിലേക്ക് തിരിച്ചുപോയി, അവിടെ രജിസ്ട്രാറായിട്ട് പ്രവർത്തിച്ചു. വീണ്ടും തിരിച്ച് കേരളത്തിൽ തിരുവിതാംകൂർ ദിവാനായിട്ട് വന്നു. അപ്പോൾ
തിരുവിതാംകൂർ ദിവാനാകുന്നതിന് മുമ്പാണ് അദ്ദേഹം രജിസ്ട്രാർ ആയത്. അപ്പോൾ തിരുവിതാംകൂർ ദിവാനായി വന്നപ്പോൾ സഹകരണ സംഘം രജിസ്റ്റർ ചെയ്യാൻ തിരുവിതാംകൂർ രാജാവിന് ഒരു താല്പര്യം വന്നു, മൂലം തിരുനാൾ രാമവർമ്മയ്ക്ക്. അതിന്റെ അടിസ്ഥാനത്തിൽ തിരുവിതാംകൂറിൽ ഒരു നിയമം ഉണ്ടാക്കാൻ വേണ്ടി എല്ലാ ഡ്രാഫ്റ്റും പി രാജഗോപാലാചാര്യൻ ഉണ്ടാക്കി. പക്ഷേ അത് പാസാക്കി എടുക്കുന്ന സമയത്തെ ദിവാൻ കൃഷ്ണൻ നായരായിരുന്നു. ഇപ്പൊ രണ്ടവസരത്തിലും വെക്കാൻ മാത്രമേ രാജഗോപാലാചാര്യക്ക് കഴിഞ്ഞുള്ളൂ. പക്ഷേ ഒരിടത്ത് കഴിച്ചത് ബാനർജിയും ഒരിടത്ത് കഴിച്ചത് കൃഷ്ണൻ നായരുമായിരുന്നു. അങ്ങനെ തൊട്ടടുത്ത വർഷം 1913 കൊച്ചി നിയമം, 14 സംഘം, 14 അപ്പം സംഘം നിയമം ഉണ്ടാക്കുന്ന 13 കൊച്ചിയിൽ, തൊട്ടടുത്ത വർഷം 14 തിരുവിതാംകൂറിലും പാസ്സാക്കി. 13 കൊച്ചിയാണ്, 14 തിരുവിതാംകൂർ. അപ്പം 1913 കൊച്ചി നിയമം. എന്നാൽ 1914 അവിടെ കോഓപ്പറേറ്റീവ് സൊസൈറ്റി രജിസ്റ്റർ ചെയ്യുന്നത് എടവനക്കാട്. 1914 ട്രാവൻകൂർ നിയമം. അതും പ്രകാരം 1915 ട്രിവാൻഡ്രം സെൻട്രൽ കോഓപ്പറേറ്റീവ് ബാങ്ക് രജിസ്റ്റർ ചെയ്യുന്നത്. അപ്പം 13 നിയമം, 14 സംഘം കൊച്ചിയിൽ, 14 നിയമം, 15 സംഘം തിരുവിതാംകൂറിൽ. 1914 2 സംഭവമുണ്ട്. ഒന്ന്, എടവനക്കാട് കോഓപ്പറേറ്റീവ് സൊസൈറ്റി രജിസ്റ്റർ ചെയ്തു. മറ്റൊന്ന്, തിരുവിതാംകൂർ നിയമം പാസാക്കി. തൽക്കാലം നമ്മൾ ഇന്നിവിടെ നിർത്തുകയാണ്. വീണ്ടും അടുത്ത ക്ലാസ്സിൽ എന്തെങ്കിലും ചോദിക്കുകയാണെങ്കിൽ ചോദിക്കാം. നമുക്ക് തൽക്കാലം നിർത്താം. 15 സംഘത്തിന്റെ പേരെന്ന് പറയാ. അത് ക്വസ്റ്റ്യൻ വരുന്നുണ്ട്. തിരുവിതാംകൂർ അല്ല, അതുകൊണ്ട് ആ ക്വസ്റ്റ്യൻ എടുക്കാഞ്ഞത്. ട്രിവാൻഡ്രം സെൻട്രൽ കോഓപ്പറേറ്റീവ് ബാങ്ക് എന്ന 14 സംഘത്തിന്റെ പേര് ക്വസ്റ്റ്യൻ വരുന്നുണ്ട്. നിങ്ങൾക്ക് തെറ്റാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ടാണ് ഒരു ക്ലൈമാക്സിന് വേണ്ടി ഇട്ടിരുന്ന. ഇനിയിപ്പോ അത് പോട്ടെ. അത് അത് എല്ലാം പൊളിഞ്ഞു പോയി, പോട്ടെ. ഏതായാലും നമ്മുടെ തിരുവിതാംകൂർ കോഓപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്ട് പ്രകാരം രജിസ്റ്റർ ചെയ്യുന്നത് തിരുവിതാംകൂർ സെൻട്രൽ കോഓപ്പറേറ്റീവ് ബാങ്ക് ആണെന്ന് ധരിച്ച് എഴുതാൻ ചാൻസ് ഉണ്ട്. പക്ഷേ പേര് ട്രിവാൻഡ്രം എന്നാണ്. ട്രിവാൻഡ്രം സെൻട്രൽ കോഓപ്പറേറ്റീവ് ബാങ്ക് ആയിരുന്നു. അതാണ് ഇന്നത്തെ കേരള ബാങ്ക്. കേരള ബാങ്കിന്റെ ആദ്യ പേരെന്താന്ന് ചോദ്യമുണ്ട്. അതിന്റെ പേര് ട്രിവാൻഡ്രം സെൻട്രൽ കോഓപ്പറേറ്റീവ് ബാങ്ക് നമ്മൾ എഴുതണം. ഓക്കെ. വേറെന്തെങ്കിലും? സാറേ തിരുക്കൊച്ചി ബാങ്കില്ലേ സാർ? തിരുക്കൊച്ചി എന്തോ? അതെല്ലാം വരും. ഞാൻ പറഞ്ഞില്ലേ, അത് അങ്ങോട്ടുള്ളതാ. ഓക്കെ സാർ, ഓക്കെ സാർ. ഈ ഭാഗം വരെ ഉള്ളതിനകത്ത് ഇനി അങ്ങോട്ട് ഇതെല്ലാം മാറി മാറി വരും. കുറച്ച് വരുന്നുണ്ട്. ഇപ്പൊ ഇത് ഏതായാലും 15 രജിസ്റ്റർ ചെയ്തത് ട്രിവാൻഡ്രം സെൻട്രൽ കോഓപ്പറേറ്റീവ് ബാങ്ക് എന്നാണെന്ന് തന്നെ പഠിച്ചിരിക്കുക. TCCB എന്ന് അറിയപ്പെടുന്നെങ്കിലും ട്രാവൻകൂർ സെൻട്രൽ കോഓപ്പറേറ്റീവ് ബാങ്ക് ആയാലും TCCB ആണ്. ട്രിവാൻഡ്രം ആണെങ്കിൽ TCCB ആണ്. ഇത് TCCB എന്ന് പഠിക്കുന്നതിനേക്കാളേറെ ആദ്യത്തെ സംഘം ട്രിവാൻഡ്രം സെൻട്രൽ കോഓപ്പറേറ്റീവ് ബാങ്ക് എന്ന് പഠിക്കുക. ഓക്കെ, താങ്ക് യു. കാണാം.